എന്നിട്ട് ഇവരാറാളും കൂടിയിട്ട് ഞങ്ങളെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിവന്യരായ ഉസ്താദ് അബ്ദുൽ ബാരി ബാഖവി അവർകളെ, പ്രിയപ്പെട്ട മലയമ്മ അബൂബക്കർ ഫൈലി, KNS മൗലവി, OPM അഷ്റഫ്, സുബൈർ മാസ്റ്റർ, മറ്റ് പ്രിയപ്പെട്ട നാട്ടുകാരണവന്മാരെ, സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായങ്ങൾക്ക് അവരർഹിക്കുന്ന സകല അഭിവാദ്യങ്ങളും ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ ആദ്യമേ സമർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രവാസ വലിയമാരുടെ മേൽ വ്യാജമാരോപിച്ചുകൊണ്ട് ചിലർ കടന്നുവരികയും ഈ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസമാകെ വികലമാക്കുവാൻ നിഗൂഢമായ നീക്കം നടത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അതിന് കേന്ദ്രമായി തെരഞ്ഞെടുത്തത് ഈ പ്രദേശത്തുള്ള ഒരു സ്ഥാപനമാകയാൽ തീർച്ചയായും ഇവിടെ നടക്കുന്ന ഈ പരിപാടിക്ക് എന്തുകൊണ്ടും പ്രസക്തിയുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കടന്നാക്രമണങ്ങൾക്ക് മുമ്പും വളരെ ആസൂത്രിതമായ രീതിയിൽ അല്ലാഹു തആല ആദരിച്ചതായ ചിഹ്നങ്ങളെ നിരാകരിക്കാനും അവൻ ആദരിക്കുവാൻ വേണ്ടിയും ബഹുമാനിക്കുവാൻ വേണ്ടിയും സ്നേഹിക്കുവാൻ വേണ്ടിയും ജീവിതത്തിന്റെ ചിഹ്നങ്ങളായി സ്വീകരിക്കുവാൻ വേണ്ടി പറഞ്ഞ വസ്തുക്കളെ മുഴുവനും തിരസ്കരിക്കുവാനും ഇതിന്റെ മുമ്പും ഒരുപാട് നീക്കങ്ങൾ നടന്നതാ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമാണ് തഅലീമുമാ അല്ലമല്ലാഹ്, അല്ലാഹു തആല ആദരിച്ച ചിഹ്നങ്ങളെ ആദരിക്കുക എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മതം അവനിലേക്ക് ചെന്നെത്തിച്ചേർന്നത് അവന്റെ ഗുരുക്കന്മാരിലൂടെയാണ്, ഉസ്താദുമാരിലൂടെയാണ്, മുൻഗാമികളായ മഹത്തുക്കളിലൂടെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ മതം പഠിപ്പിച്ചു എന്നുള്ളത് സ്വഹാബത്തെ കിറാം കാണും. ബഹുമാനപ്പെട്ട സ്വഹാബത്തെ കിറാം അങ്ങനെയാണ് വിശദീകരിച്ചത്, അതാണ് താബിഉകൾ പഠിപ്പിച്ചത്. അങ്ങനെ താബികളിലൂടെ നമ്മുടെ മഹാരഥന്മാരായ ഗുരുവര്യന്മാരിലൂടെ നമ്മളിലേക്ക് എത്തിവന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. നേരത്തെ ബഹുമാനപ്പെട്ട ബാരി ഉസ്താദ് സൂചിപ്പിച്ച പിടിച്ച കക്ഷികളൊക്കെ ആദ്യം ചെയ്തത് ആ മുൻഗാമികളായ ആളുകളിലേക്ക് കടന്നുപോകുന്ന കണ്ണികളെ പൊട്ടിച്ചെറിയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ പുതിയ വിരളി ചിന്തകൾക്ക് തുടക്കമിട്ടുകൊണ്ട് 2005 വരെ ഇല്ലാത്ത പുതിയ വാദങ്ങൾ ഈ വ്യാജമുടി അവരുടെ സൂക്ഷിപ്പ് കേന്ദ്രത്തിലേക്ക് എത്തിയതിന്റെ ശേഷം ആശയങ്ങൾ ആഹ്വാനം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നതായ ആളുകൾ ചിന്താഗതികൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. കാരണം ഇതുവരെ സുന്നത്ത് ജമാഅത്തിന്റെ മേൽക്കുപ്പായമിട്ട് കടന്നു വന്ന ആളുകൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ബേസായിക്കൊണ്ട്, അടിസ്ഥാനമായിക്കൊണ്ട് പ്രഖ്യാപിച്ചതായ വസ്തുക്കളെ മൊത്തത്തിൽ നിരാകരിക്കുകയും നിങ്ങൾക്ക് കുറച്ച് സമയത്തിന്റെ ഇടക്ക് ഈ വസ്തുതയുടെ യഥാർത്ഥമായ രൂപം നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു തആല സത്യം സത്യമായി മനസ്സിലാക്കാനും അസത്യം അസത്യമായി വർജിക്കാനും ഭാവി ജീവിതത്തിന് ബാസുരമാകുന്ന രീതിയിൽ ജീവിതം ക്രമപ്പെടുത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, നമ്മുടെ സമീപ കാലഘട്ടത്തിൽ നമ്മളിൽ നിന്നുകൊണ്ട് വിട പറഞ്ഞുപോയ രണ്ട് മഹാമനീഷികൾ, ഒന്ന് ബഹുമാനപ്പെട്ട ശൈഖ് ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മറ്റൊന്ന് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹുമ. ഈ രണ്ടുപേരും, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നായകത്വം നൽകിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇവർ ഒരു പുതിയ ചിന്താഗതികൾ ഉയർത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് പുറത്തു പോകുവാൻ ശ്രമം നടത്തുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, മുസ്ലിം ഉമ്മത്ത് ഐക്യത്തോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മുസ്ലിം ഉമ്മത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് എങ്ങനെയെങ്കിലുമൊക്കെ തടസ്സമുണ്ടാക്കണമെന്ന് ചില ആളുകൾ തീരുമാനിക്കുകയും ആ തീരുമാനത്തിന്റെ ചട്ടുകമായി ചില പണ്ഡിത വേഷധാരികൾ മാറുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ കാലമാറ്റങ്ങളും ഇപ്പോൾ അവർ എത്തി നിൽക്കുന്ന ഓരോ ഘട്ടങ്ങളും പരിശോധിച്ചാൽ ഇത് ആസൂത്രിതമായ ഒരു നീക്കത്തിന്റെ ഭാഗമായിരുന്നു എന്ന് വ്യക്തമായി കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ അത്രമേൽ സ്ഥാനമുണ്ടെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന, സുന്നി കേരളം വിശ്വസിക്കുന്ന മഹാപണ്ഡിതനായിരുന്നു. ആ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് റഈസുൽ മുഹഖഖീൻ ജീവിതത്തിന്റെ വിശുദ്ധി കൊണ്ട് ആ സ്ഥാനപ്പേര് കരസ്ഥമാക്കിയ മഹാപണ്ഡിതനാണ്. ഈ കണ്ണിയത്ത് ഉസ്താദിനെതിരെയാണ് ഒരു സംഘത്തെ അണിനിരത്തിയത്. ഇസ്ലാമിന്റെ അടിസ്ഥാന ചിഹ്നങ്ങളായ ഗുരുക്കന്മാരെ ആദരിക്കണമെന്ന് പറയുന്ന, ഉസ്താദുമാരെ വന്ദിക്കണമെന്ന് പറയുന്ന ഒരു അടിസ്ഥാനപരമായ സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട് ജനവിഭാഗത്തെ മൊത്തത്തിൽ അവർ ഇളവിടുകയുണ്ടായി. അതിന്റെ പിന്നിൽ ചില വസ്തുതകളുണ്ട്. കാരണം ഈ മുസ്ലിം ഉമ്മത്ത് കേരളക്കരയിൽ മാലിക് ബിൻ ദീനാർ
തആലയുടെ അകത്തേക്ക് നേടി വന്നതായ ആ ആസൂത്രിതമായ മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സമായി കൊണ്ടു നിൽക്കുന്നത് ആ മുന്നോട്ടുള്ളതായ ഗമനത്തിന് തടയിടുവാൻ വേണ്ടി ചില ആസൂത്രിതമായ നീക്കങ്ങൾ പല വേളകളിലും പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇസ്ലാമിക ചിത്രശക്തികൾ ഇവിടെ നോട്ടമിട്ടിരിക്കുന്നത് മഹല്ല് സംവിധാനങ്ങളെയായിരുന്നു. അതിന് മഹല്ല് സംവിധാനങ്ങളെ പിളർത്തണം. ഈ മഹല്ല് സംവിധാനങ്ങൾക്കിടയിൽ ശിഥിലീകരണം ഉണ്ടാക്കണം. മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ വിഭാഗീയത കുത്തിപ്പൊക്കണം. ആ വിഭാഗീയത ശാശ്വതമാവണം. അങ്ങനെ ശാശ്വതമായ ഒരു വിഭാഗീയതയിലേക്കാണ് അവർ ആ കാലഘട്ടം അത്രയും തുണിഞ്ഞത്. അതിന് വേണ്ടിയിട്ടാണ് മറ്റ് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായി ബഹുമാനപ്പെട്ട പ്രവാചകരും അനുചരന്മാരും കാണിച്ചു വന്ന ആ യഥാർത്ഥമായ മതത്തിന്റെ ചിന്താഗതികൾ നെഞ്ചിലേറ്റിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലേക്ക് വിഭാഗീയ ചിന്തകൾ കൊണ്ടുവന്നത്. അവിടെ മദ്രസകൾക്ക് ഇടച്ചുമറുകൾ വെക്കപ്പെട്ടു. പള്ളികളിൽ തർക്കങ്ങളുണ്ടായി. പള്ളികളിൽ കത്തിക്കുത്തുകൾ പോലും ഉണ്ടായതായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഇപ്പോഴും അത് പല സ്ഥലങ്ങളിലും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവസാനം ആ ഫിർഖത്ത് നിലനിൽക്കുവാൻ, ആ വിഭാഗീയത ശാശ്വതമാവുവാൻ, ആ വിഭാഗീയത എന്നെന്നും നിലനിൽക്കുന്ന വിഭാഗീയതയായി അവശേഷിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി ഓരോ പള്ളികൾ നിർമ്മിച്ചു, ആരാധനാലയങ്ങൾ നിർമ്മിച്ചു. മുസ്ലിം ഉമ്മത്ത് എന്നും ഈ ഭിന്നിപ്പിൽ നിലനിൽക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വഹീഹായ ശാഫിഈ മദ്ഹബ് പ്രകാരം ശർഇന് അടിസ്ഥാനമായിക്കൊണ്ട് ഒരു ജുമുഅ ഒരു കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ജുമുഅ സ്ഥാപിക്കുകയാണ്. മുസ്ലിം യുവാക്കൾ അതുപോലെ തന്നെ മുസ്ലിം വൃദ്ധന്മാർ അവർ എന്നെന്നും കലഹിക്കുന്ന ഒരു രംഗം ഇവിടെ ഉണ്ടായിത്തീരണം എന്ന് നിർബന്ധമായി കൽപ്പിച്ചുകൊണ്ടല്ലേ അത്തരം നീക്കങ്ങൾ ഉണ്ടായത്. പിഞ്ചുമക്കളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ പോലും ലൈഫും ബാവും ഭരിക്കുന്ന മനസ്സിന്റെ അകത്തളങ്ങളിൽ പോലും സുന്നത്ത് ജമാഅത്ത് ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന അഹ്ലു സുന്നത്ത് വ ജമാഅത്തിന്റെ വാഹകരാകുന്ന കുടുംബക്കാരുടെ മക്കൾ, ജ്യേഷ്ഠന്റെയും അനുജന്റെയും മക്കൾ ഒരുത്തൻ പോകുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠശാലയിൽ, മറ്റൊരുത്തം പോകുന്നത് ബഹുമാനപ്പെട്ട സമസ്തക്ക് സമാന്തരമായി കൊണ്ട് പടുത്തുയർത്തപ്പെട്ട മേനോൻ സത്തയുടെ പാഠശാലയിലേക്ക്. അവരുടെ ഇടയിൽ ഗ്രൂപ്പിസം മുടക്കുകയാണ്. കുഞ്ഞുനാളിലെ ഈ വിഭാഗീയ ചിന്താഗതികൾ മുട്ടുകുളച്ചുകൊണ്ട് കൊണ്ടുപോകുവാനുള്ള ആസൂത്രിതമായ നീക്കം ഇന്നൊക്കെ നിൽക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന വിശ്വാസികൾ ഈ ലോകത്ത് അവശേഷിക്കുന്ന കാലത്തോളം എന്നും നിലനിൽക്കുന്ന, എന്നും ശാശ്വതമാകുന്ന, ഒരിക്കലും നിൽക്കാത്ത രീതിയിലുള്ള സംഘർഷങ്ങളിലേക്കാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ വ്യാജമായ മുടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതെന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന, അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൽബിലേറ്റുന്നതായ ഒരു മുസ്ലിം ജീവിച്ചിരിക്കുന്ന കാലമത്രയും ഇതിൽ നിന്നുകൊണ്ട് ഇവിടെ പോരാട്ടം നിൽക്കുകയില്ല. ഇതൊരു ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ്. ഇതിൽ സയൻസത്തിന്റെ കൈകൾ ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിനെ നിരാകരിക്കാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് സത്യത്തിന്റെ ലഭ്യത അനുസരിച്ചുകൊണ്ട് ഇതിൽ നിന്നുകൊണ്ട് മോഡിയിലേക്ക് എത്തി നിൽക്കുന്ന സംഭവ വികാസങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് വസ്തുതാപരമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഇവിടെ നിന്നൊക്കെയാണ് ഫണ്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഇവർ ഈ ഫണ്ടുകൾ ഇറക്കി കളിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ നിന്നുകൊണ്ട് ഇസ്രായേലിൽ നിന്നുകൊണ്ട് വരുന്ന ഫണ്ടത്ര, അമേരിക്കയിൽ നിന്നുകൊണ്ട് വരുന്ന ഫണ്ടത്ര, ആ ഫണ്ടുകളൊക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നത്, എങ്ങനെയായിരുന്നു നരേന്ദ്രമോദിയിൽ നിന്നുകൊണ്ട് 2008 5 കോടി ഈ കേന്ദ്രത്തിലേക്ക് കടന്നു വന്നത്. അതിന്റെ ഭാഗവാക്കായി മാറുവാനാണ് സഹായിക്കുന്നവരെ സഹായിക്കുമെന്ന് ഈ ടിയാന്റെ പതിവ് പല്ലവി മുഴക്കിക്കൊണ്ട് വീണ്ടും നരേന്ദ്രമോദിക്ക് അനുകൂലമായി കൊണ്ടുള്ള പ്രസ്താവനകൾ മുഴക്കി ഈ കേരളത്തിലെ ഒരൊറ്റ മുസ്ലിം പണ്ഡിതനും പ്രസ്താവിച്ചിട്ടില്ലാത്ത, ഈ കേരളത്തിലെ ഒരൊറ്റ മുസ്ലിം സംഘടനയും ധൈര്യപ്പെട്ടിട്ടില്ലാത്ത രൂപത്തിൽ ഈ മുസ്ലിം ജനവിഭാഗത്തെ മൊത്തത്തിൽ ഗുജറാത്തിന്റെ തെരുവീതികളുടെ കുത്തിവലിച്ചതായ നരേന്ദ്രമോദിക്ക് വേണ്ടി ഓശാന പാടുന്ന ഒരു പണ്ഡിതനായിക്കൊണ്ട് ഇയാൾ മാറിയിട്ടുണ്ടെങ്കിൽ ഈ മുസ്ലിം ജനവിഭാഗത്തെ ഒറ്റുകൊടുക്കുവാൻ വേണ്ടി ആസൂത്രിതമായി നീക്കം നടത്തപ്പെട്ട 3 പതിറ്റാണ്ടുകളുടെ ബാക്കിപത്രമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതൊരിക്കലും തന്നെ അതിശയോക്തിയല്ല. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. നിങ്ങൾ കേൾക്കാം, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അന്നത്തെ പ്രസിഡന്റായ കണ്ണിയത്ത് ഉസ്താദ് സെക്രട്ടറി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ സമസ്തയിൽ പ്രസിഡന്റായത്. സാക്ഷാൽ ഇപ്പോൾ പച്ചപ്പുള്ള പറയുവെന്നതിൽ അതിവിദഗ്ധനായിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ പണിയാളുകളെയും പിടിച്ചു നിർത്തുവാൻ വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന പേരോട് അബ്ദുറഹ്മാൻ മൗലവിയാണ് നിങ്ങളുടെ അടുക്കലേക്ക് ആദ്യം കടന്നു വരുന്നത്. സമയത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് വളരെ പരിമിതമായ സമയം ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് വരുന്നത് വരെ പുതിയ വെളിപ്പെടുത്തലുകളും നമ്മൾ സ്വീകരിക്കേണ്ടതായ മാധ്യമങ്ങളും ഈ ജനവിഭാഗത്തോട് സ്വീകരിക്കേണ്ടതായ വസ്തുതകളും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇവിടെ വരുന്നതോടുകൂടി വിശദീകരിക്കപ്പെടുന്നതാകയാൽ ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോവുകയില്ല. പേരോട് അബ്ദുറഹ്മാൻ മൗലവി പറയുന്നു, ആരായിരുന്നു ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് എന്ന്, ആരാണ് ശംസുൽ ഉലമയെന്ന്,
ആ വാക്കുകളൊന്ന് ശ്രദ്ധ കേൾക്കുക. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മർഹൂം കന്യത്തുസ്താദ് വരെ സമസ്തയുടെ പണ്ഡിതന്മാർ, പ്രഗത്ഭരായ പണ്ഡിതന്മാർ നീങ്ങി വന്നതാണ്. കന്യത്തുസ്താദ് അവറുകളാണെങ്കിലോ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുണ്ടെന്ന് നാം വിശ്വസിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ്. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുകയാണ്. ആ ഉസ്താദ് അവർ. മറ്റൊന്ന് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഞങ്ങളുടെ ഈ സ്റ്റേജിൽ പങ്കെടുക്കുന്ന പല പണ്ഡിതന്മാരും നേരിട്ടും അല്ലാതെയും മഹാനവറുകളുടെ ശിഷ്യഗണത്തിൽപ്പെടുന്നവരാണ്. അവിടത്തോട് ഞങ്ങൾക്ക് ആദരവും ബഹുമാനവുമാണ്. നോക്കൂ, ബഹുമാനപ്പെട്ട ഈ കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റായിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഒരു പുതിയ സംഘടന ഉണ്ടാക്കിയത്. ഈ ശംസുൽ ഉലമ സമസ്തയുടെ സെക്രട്ടറി ആയിക്കൊണ്ടിരിക്കുകയാണ് അവർ ഒരു പുതിയ സംഘടന ഉണ്ടാക്കിയത്. ഇത് പിളരുന്നതിന്റെ മുമ്പുള്ള പ്രസംഗമല്ല, ഇത് ഇവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പുള്ള പ്രസംഗമല്ല. ഈ വ്യാജമൊഴി വിവാദം കൊടുമിരി കൊണ്ടപ്പോ അവർ ശംസുൽ ഉലമയുടെ ആളുകളാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, അവർ കണ്ണിയത്ത് ഉസ്താദിന്റെ ആളുകളാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, അങ്ങനെ മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിന്റെ അകത്തലങ്ങളിലേക്ക് കടന്നു വരുവാനുള്ള നിഗൂഢമായ നീക്കത്തിന്റെ ഭാഗമായി കൊണ്ടായിരുന്നു ഈ സംസാരം നടന്നത്. അദ്ദേഹത്തിന്റെ സംസാരം അങ്ങനെയാണെങ്കിൽ അടുത്തതായി കൊണ്ടുവരുന്നത് ഈ മുസ്ലിം ജനവിഭാഗത്തിന്റെ ഇടയിലേക്ക് വിഭാഗീയത സൃഷ്ടിക്കുവാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയുടെ, ആ വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കപ്പെട്ടത് ഒരു ആത്മാർത്ഥമായ ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നെങ്കിലും പിൽക്കാലഘട്ടത്തിൽ അത് ശിഥിലീകരിക്കപ്പെട്ടു എന്നുള്ളതൊരു വസ്തുതയല്ലേ? ബഹുമാനപ്പെട്ടവരെ ചിന്തിച്ചു നോക്കുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകമായി കൊണ്ട് രൂപീകരിക്കപ്പെട്ട ഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെ എതിരെ പുതിയ ശബ്ദങ്ങൾ മുഴക്കിക്കൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇവിടെ വസ്തുതകളെ മറച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വസ്തുതകളിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ വഴിതിരിച്ചു വിടുവാൻ വേണ്ടി ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോവുകയില്ല. അടുത്തതായി കൊണ്ട് കടന്നു വരുന്നത് എസ്.എസ്.എഫിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം കോഴിക്കോട് നടന്നതായ ഒരു പ്രഭാഷണത്തിൽ വെച്ച് സംസാരിക്കുന്ന ഭാഗം കേട്ടോളൂ. ശംസുൽ ഉലമക്കെതിരെയാണ് ഇവർ കടന്നു വന്നത്. ഞങ്ങളങ്ങനെ ശംസുൽ ഉലമക്കെതിരല്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഇവരുടെ നേതാക്കന്മാരുടെ വായിൽ നിന്നുകൊണ്ട് പുറത്തു വന്നു വീഴുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. ജലീൽ സഖാഫി സംസാരിക്കട്ടെ. വെല്ലുവിളികളുടെ കടുത്ത തീർത്ഥമായ ഒരു സാഹചര്യം കഴിഞ്ഞുപോയി. അതെന്തായിരുന്നു? പിളർപ്പിന്റെ ആദ്യഘട്ടമായിരുന്നു. എന്തായിരുന്നു ആ തീർത്ഥമായ സാഹചര്യം? സഹോദരന്മാരെ, ഉസ്താദിന്റെ വ്യക്തിത്വത്തെയും ഉസ്താദ് നേതൃത്വം നൽകുന്ന സംഘടനയുടെ മുന്നേറ്റത്തെയും തടയിടാൻ ശ്രമിക്കുന്നവർക്ക് നേതൃത്വം നൽകിയിരുന്നത് അന്ന് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ നൽകിയിരുന്നത് അന്ന് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരായിരുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയായ ശംസുൽ ഉലമയായിരുന്നു അന്ന് സമസ്തക്ക് നേതൃത്വം നൽകിയിരുന്നത്. എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞു വരുന്നതെന്നറിയോ? ഈ ശംസുൽ ഉലമ നേതൃത്വം നൽകിയിരുന്ന കാലഘട്ടത്തിൽ പോലും ഇവരുടെ എ.പി.എ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെയാണോ ഇപ്പോഴുള്ള ആളുകൾ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ആ ചോദ്യം ഒന്ന് തുടരട്ടെ, അടുത്ത ക്ലിപ്പിട്ടൂടെ. അതുകൊണ്ടുതന്നെ ശംസുൽ ഉലമയുള്ള കാലത്ത് തോൽക്കാതെ അതിജയിച്ച ഒരു പ്രസ്ഥാനത്ത് ഈ കാലത്ത് തോൽപ്പിക്കാനാവുമെന്ന് ആർക്കെങ്കിലും വ്യാമോഹമുണ്ടെങ്കിൽ അത് തീർച്ചയായും എസ്.വൈ.എസും എസ്.എസ്.എഫും ഉള്ള കാലത്ത് നടക്കാൻ പോകുന്നില്ല എന്നത് ഇവിടെ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഒന്ന് മനസ്സിലാക്കുക. എല്ലാ വിദഈ കക്ഷികൾക്കും അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ എതിരായി കൊണ്ട് ഉയർന്നു വന്നതായ എല്ലാ വിദഈ കക്ഷികൾക്കും ഒരു നിശ്ചിത പീരീഡ് ഉണ്ടാവും. ആ പീരീഡ് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ആ സംഘത്തെ കാണൂല, കണ്ട ചരിത്രമില്ല. വഹാബിസമാണ് കാലമെങ്കിൽ ആലോക ഭരണകൂടത്തിന്റെ പിൻബലം കൊണ്ട് മാത്രമായിരുന്നു. ഇവയും ചില കക്ഷികൾ പിരിച്ചു നിന്നത് അതുപോലെയുള്ള രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ ആവർത്തിക്കുന്നു, സമയത്തിന്റെ ലഭ്യത അനുസരിച്ചുകൊണ്ട് അവരെ പേറി നടന്നതായ ആളുകൾ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗവും ഇന്ത്യന്മാർക്കെതിരെ ആരാണ് ശംസുൽ ഉലമ എന്ന് ഒരിക്കൽ കൂടി മനസ്സിലാക്കണം. ഇദ്ദേഹത്തിന് കാന്തപുരം പള്ളിയിൽ വെച്ചുകൊണ്ട് ദർസോതി കൊടുത്ത ബഹുമാനപ്പെട്ട കെ അബൂബക്കർ ഹദ്റത്തിന്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. അദ്ദേഹത്തിന്റെ ഉസ്താദായ കെ അബൂബക്കർ ഹദ്റത്ത്, കെ അബൂബക്കർ ഹദ്റത്തിന്റെ ഉസ്താദായ ശംസുൽ ഉലമ, ശംസുൽ ഉലമയുടെ ഉസ്താദായ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, 3 ഗുരുപരമ്പരകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നേതൃപരമായ പങ്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംഘടനയിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് പുതിയ ഒരു സംഘടന രൂപീകരിക്കുവാൻ വേണ്ടി ഇയാൾ കടന്നു വന്നത് അതേ ഉസ്താദുമാർക്കെതിരെ ഗുരുക്കന്മാർക്കെതിരെ നീങ്ങിക്കൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇസ്ലാമിന്റെ അടിസ്ഥാന
അള്ളാന്റെ പ്രമാണമായ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്നതിൽ നിന്നുകൊണ്ട് മാറ്റി മുസ്ലിം ചിന്തകളിൽ വിഭാഗീയ ചിന്ത പൊട്ടിമുളക്കുവാൻ ഇതുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നായകത്വം നൽകി. പിന്നീട് ഇവിടെ ചില തൽപരകക്ഷികൾ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷവും രാഷ്ട്രീയപരമായി ഒരു ശരിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. മതപരമായി ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമക്ക് അനുകൂലമായ പ്രവർത്തനങ്ങളുമായി നേത്രപരമായ പങ്ക് നിർവഹിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനൊക്കെ ചുക്കം പിടിച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദന്മാർക്കെതിരെ, തങ്ങന്മാർക്കെതിരെ ഇവർ ആസൂത്രിതമായ ഒരുക്കങ്ങൾ നടത്തി മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിന്റെ അകത്തലങ്ങളിൽ നിന്നുകൊണ്ട് സയ്യിദന്മാരെ കുടിയിറക്കുവാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തി. ഇന്നവർ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നവർ തങ്ങന്മാർക്കെതിരല്ലായിരുന്നു എന്ന്, പാണക്കാട് സാധാരണങ്ങൾക്കെതിരല്ലായിരുന്നു എന്ന് ആഘോഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കുറച്ചു സമയം നിങ്ങൾ ആ ചരിത്രത്തിന് ഓലങ്ങളിലേക്ക് നിങ്ങളുടെ ഓർമ്മകൾ ഒന്ന് കടന്നു പോകുവാൻ ഒന്ന് ശ്രദ്ധിക്കുക. കാന്തപുരം മുസ്ലിയാരുടെ ഒരു വെല്ലുവിളിയും അതിന് സുന്നി പ്രവർത്തകന്മാരുടെ മറുപടിയും അതിനോട് ഉപോത്ബലകമായിക്കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാം. ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വേദികൾ കെട്ടിക്കൊണ്ട് ഒരു മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ള നിഗൂഢമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്യങ്ങൾക്കെതിരെ ആക്രോശിക്കുന്ന വിഘടിത സുന്നികളുടെ പ്രഭാഷകന്മാരുടെ പ്രഭാഷണത്തിന്റെ അല്പഭാഗങ്ങളും ആ പ്രഭാഷണത്തിലേക്ക്. പാണക്കാട് തങ്ങന്മാരെ കുറ്റം പറയുന്നു, പാണക്കാട് തങ്ങൾ നജീകരിക്കുന്നു നോക്കാം. എന്നാൽ അവരുദ്ദേശിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഞാൻ ചോദിക്കുന്നു, ഈ നാട്ടിലുള്ള മുഴുവൻ ശക്തികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു കെൽമത്ത് എന്റെ നാവ് കൊണ്ടോ ഞങ്ങളുടെ വിലമാക്കളുടെ നാവ് കൊണ്ടോ ആ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾക്കോ അവരുടെ കുടുംബത്തിലോ എതിരായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പ്രസ്താവിച്ചിട്ടുണ്ടോ? അത് തെളിയിക്കാൻ സാധ്യമല്ല. ഉള്ള ആൺകുട്ടികൾ മുന്നോട്ട് വരണം. ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ എന്ന് പറഞ്ഞ ആൺകുട്ടികൾ ഉണ്ട് മുസ്ലിയാരെ. കാന്തപുരം നാമത്തെ പ്രകമ്പനം കൊള്ളിച്ച ഈ ശബ്ദം നിങ്ങൾ മറന്നു പോകരുതായിരുന്നു. പക്ഷേ പാലക്കാട് ദേശാലയത്തിൽ പോയി എന്ന് പറയുന്നവർക്ക് എന്റെ അഭിപ്രായം പറഞ്ഞേറ്റു കൈയായി ഭാര്യ പ്രവർത്തിക്കുന്നു. അതിനായി പഠിച്ചിരുന്നപ്പോൾ കൈറായിലെ ദേശാലയത്തിൽ ഭരണത്തിൽ സ്ഥിരം പഞ്ചായത്തായിരുന്നു. ചെറിയൊരു ടെസ്റ്റ് ഡോസ് ഇനിയും ഒരുപാട് കുറച്ചുകൂടി കാണുക. തലപ്പത്ത് നിൽക്കുന്നവർ ഒഴിവാകണം, എന്നാലേ വാക്യം നന്നാവൂ. ആദ്യം പാണക്കെട്ടുകാർ മാറിക്കൊടുക്കണമെങ്കിൽ മാത്രമേ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആദിവാസി നന്നാവൂ. ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു കെൽമത്ത് എന്റെ നാവ് കൊണ്ടോ ഞങ്ങളുടെ വിലമാക്കളുടെ നാവ് കൊണ്ടോ ആ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾക്കോ അവരുടെ കുടുംബത്തിനോ എതിരായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പ്രസ്താവിച്ചിട്ടുണ്ടോ? വയ്യാകുമ്പൽ കലിത, നിങ്ങൾ കള്ളം പറയരുത്, അത് അവർ സ്വപ്നം കാണുകയാണ്. നിങ്ങൾ കള്ളം പറയരുത്, അത് അവർ സ്വപ്നം കാണുകയാണ്. പാലക്കാട് ഉമർ അലി ശിഹാബും ഹൈദർ അലി ശിഹാബും എന്ത് തോന്നിവാസാണ് അവർ പറഞ്ഞത്? തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഞാൻ വെല്ലുവിളിക്കുന്നു, വയ്യാകുമ്പൽ കലിത, അത് അവർ സ്വപ്നം കാണുകയാണ്. അപ്പൊ ഇനി APGക്ക് എന്ന പ്രശ്നമല്ല, ഞാനും നിങ്ങളും തീരുമാനിച്ചാൽ ശരിയാവും ഞങ്ങളെ എന്ന് പറഞ്ഞു. ഉടനെ ഞങ്ങൾ പറഞ്ഞു, എന്നാ നിങ്ങൾ കുഞ്ഞാലിക്കുട്ടിനോട് കൂടി ഒന്ന് പറഞ്ഞാലേ. അപ്പൊ മെഡിക്കൽ കോളേജിൽ കൊണ്ടാണോ രോഗിയെ പറ്റി ഇതിനും കൂടി കണ്ടാളിന്ന് പ്രൊഫസർ പറയുമ്പോ യഥാർത്ഥത്തിൽ ഈ ഡോക്ടർക്ക് എന്തൊരു തകരാറുണ്ട് എന്നാണ് ചെയ്യുന്നത്. ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ കള്ളം പറയരുത്, അത് അവർ സ്വപ്നം കാണുകയാണ്. കുടുംബത്തിൽ നിന്ന് ഇപ്പൊ ആരും ജോലിയില്ലാത്തവരില്ലല്ലോ, അവർക്ക് എന്തായാലും കാലാകാലം ജീവിക്കാനുള്ള ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോ ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്യങ്ങളെ ആക്ഷേപിച്ചതിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് നിങ്ങൾ കേട്ടത്. അവർ അഴിമതിക്കാരാണെന്നും മാനസിക രോഗികളാണെന്നും ഒക്കെ പറഞ്ഞത് ഇലത്ത് മുഹമ്മദ് മാസ്റ്ററെ പോലെയുള്ള വടശ്ശേരി ഹസൻ മൗലവിയെ പോലെയുള്ള ആളുകളാണ്. ഞാൻ ആവർത്തിക്കുന്നില്ല, സമയക്കുറവ് നല്ലോണുണ്ട്. എന്നാൽ ഇവിടെ ഇവർക്കൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നം എന്തായിരുന്നു? ഈ മുസ്ലിം ഉമ്മത്തിന്റെ കെട്ടുറപ്പ് തകർക്കണം. അറിയാലോ, കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് മുന്നോക്കം അപേക്ഷികമായി കൊണ്ട് നേടിയെടുത്തവരാണ്. അതിനർത്ഥം എല്ലാം കരസ്ഥമാക്കിയവരാണെന്നല്ല, അതിനർത്ഥം എല്ലാം അവർ നേടിയെടുത്തിട്ടുണ്ട് എന്നുമല്ല. എന്നാൽ
തമ്മിൽ ഭേദം എന്നുള്ള നിലക്ക് അവർ പരമാവധി നേടിയെടുത്തവരാണ്. ഇതിന്നുകൊണ്ടവരെ എങ്ങനെയെങ്കിലുമൊക്കെ തകർത്തുവാനുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമായി കൊണ്ടായിരുന്നു അത് നടന്നത്. എന്നാൽ ഇത് വീണ്ടും ഒന്നുകൂടി കേൾപ്പിച്ചു കൊടുക്കൽ ഈ കാലഘട്ടത്തിലും ആവശ്യമാണെന്ന് തോന്നുന്നതിനാൽ 1989 കലുഷിതമായ സാഹചര്യത്തിൽ ഉരുത്തിരിഞ്ഞുണ്ടായിത്തീർന്ന വസ്തുതകളെ പരാമർശിച്ചുകൊണ്ടും തുടർന്ന് നടന്ന രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉണ്ടായിത്തീർന്നുകൊണ്ടും ഇപ്പോൾ നരേന്ദ്രമോദിയെ പോലെയുള്ള നരഭോജികൾക്ക് മേൽ ഇവർ വല്ലാതെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി നമ്മളിൽ നിന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ വിട പറഞ്ഞു പോയ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സിംഹജനമായിരുന്ന ബഹുമാനപ്പെട്ട നാടിക ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ മഹാനവറുകളുടെ ശബ്ദത്തിന്റെ അല്പഭാഗം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ചരിത്രത്തിലേക്കൊന്ന് തിരിച്ചു പോകാൻ ഇതിനേക്കാൾ നല്ലൊരു മാധ്യമമായി മറ്റൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കേൾക്കുക. 6 പേര് ചെന്ന് 34 ആളെ പുറത്താക്കി. 34 ആളെ ആരെ? കണ്ണിയത്ത് ഉസ്താദിനെ, മുസ്ലിമനെ, കോട്ടുമുള്ള ഉസ്താദിനെ, KK അഗ്രഹത്തിനെ പുറത്താക്കി, ആരെ കൂടിയാണ് പുറത്താക്കി. എന്നിട്ട് ഇത് 6 ആളും കൂടിയിട്ട് ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത, അതാത്ത യഥാർത്ഥ സമസ്താണ് എന്നൊരു സമസ്തയുടെ മേൽ ആക്ഷേപം. പ്രധാനപ്പെട്ട 2 ആക്ഷേപങ്ങളാണ് അന്ന് ഉന്നയിച്ചത്. ഒന്ന്, സമസ്തയെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു. അങ്ങനെ വിമർശനം തുടങ്ങിയപ്പോ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട് കഴിയുന്ന ലീഗുകാരെല്ലാം കൂടി തടകുടഞ്ഞു എഴുന്നേറ്റു. ലീഗ് വിരോധികൾ അവർക്ക് മനസ്സിലായി ഇതുകളെ കൊണ്ടുവരാൻ പറ്റും. അവർക്കങ്ങനെ തോന്നി. അവരെല്ലാം കൂടി മാറാത്ത വലിയ വെച്ചു. അന്ന് അവർക്ക് ഭരണമുള്ള കാലവും. പക്ഷെ പിന്നീട് അതിൽ പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ഇല്ലാതെ കണ്ടപ്പോ അവരെ താഴെ വെക്കുകയും ചെയ്തു. ഇപ്പൊ അത്ര തന്നെയല്ല അന്നേരം എന്താ ലാഭമെല്ലാം അവർക്ക് തോന്നി. കാരണം ആരാ ഭരണത്തിൽ വരുന്നു അവരൊക്കെ സ്വീകരിക്കാൻ പോകുന്നു. ഇവർക്ക് തിരിഞ്ഞിട്ടില്ലേ? അന്ന് ഇവർക്ക് തിരിഞ്ഞിട്ടില്ല. ഗൗഡ വന്നാൽ ഗവൺമെന്റ് കരുണാകരൻ ചേർക്കും. ഉസ്താദിന്റെ വാക്ക് ഇപ്പോൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകളെ എത്രമാത്രം അടിവരയിട്ടുകൊണ്ട് സംസാരിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തുടരട്ടെ. അല്ലേ, ഊപ്പർക്ക് പേപ്പറിൽ ഫോട്ടം വന്നാൽ മതി. സുന്നത്തിയമായി തിന്നാൻ സംരക്ഷിക്കപ്പെടും. ദീനല്ലേ, അള്ളാന്റെ ദീനും മൂപ്പരെ കയ്യിൽ സുരക്ഷിതല്ലേ. കേട്ടുകാരുണ്ടോ ലോകത്ത്? പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ സമസ്തനെ ലീഗിന്റെ ആലയിൽ കെട്ടിയെന്ന് ആക്ഷേപിച്ചു. സമസ്തക്കാരൊക്കെ ലീഗുകാരാണ്, അവരുടെ സുഖമാണ്. അപ്പൊ ലീഗ് വിരോധമുള്ള കുറച്ച് ആൾക്കാർക്ക് ഇയാളെ കൊണ്ടുവരുന്നവരൊക്കെല്ലാം തോന്നി. അങ്ങനെയുള്ള അന്നേ കൊണ്ടുവരുന്നത് വസ്തുത ആരുണ്ടാലും ഞാൻ കിളമ്പ് വെക്കുന്ന ആളല്ല, നിങ്ങളത് പറയുന്ന ആളാണ്. ഞങ്ങൾ അന്നേ പറഞ്ഞു സമസ്തനെ ലീഗിന്റെ ആലയിലും കെട്ടിയിട്ടില്ല, ലീഗിനൊക്കെ സമസ്തന്റെ ആലയിലും കെട്ടിയിട്ടില്ല. കാരണം ഇത് ഒന്നോ മറ്റൊന്നിന്റെ ആലയിൽ കൊള്ളൂല, കെട്ടാൻ പോലല്ല. രണ്ടിന്റെയും പ്രവർത്തന മേഖല 2ആണ്. രണ്ടിന്റെയും സഞ്ചാര പദം 2ആണ്. ഇപ്പൊ കണ്ടോ, ജനകീയ ആസൂത്രണത്തിനെ കുറിച്ച് ലീഗ് എന്നൊക്കെ അഭിപ്രായം പറയുന്നു. സമസ്ത മുഷാവറത്ത് വരെ ജനകീയ ആസൂത്രണം പറ്റുന്നില്ല, സമസ്തയിൽ ഇടപെടില്ല. കാരണം സമസ്തന്റെ അജണ്ടയിൽ അതില്ല. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ. അതായത് രണ്ടിന്റെയും പ്രവർത്തന മേഖല 2ആണ്, രണ്ടിന്റെയും സഞ്ചാര പദം 2ആണ്. ഉദാഹരണം, കാറും ലോറിയും ബസ്സും ജീപ്പും ഒക്കെ റോഡിലൂടെ സഞ്ചരിക്കുന്നു, ട്രെയിനും ഗൂഡ്സുമൊക്കെ റെയിൽപാളത്തിലൂടെ സഞ്ചരിക്കുന്നു. രണ്ടിന്റെയും സഞ്ചാര പദം 2ആണ്. എന്നാൽ ചില ക്രോസിങ്ങിലൊക്കെ ഒരു ഭാഗത്തുണ്ടാവും, അത് തട്ടിമുട്ടാതിരിക്കാൻ ഒരുപാടുണ്ടാവും. രണ്ടിന്റെയും സഞ്ചാര പദം 2ആണ്. അതിനിടയിൽ ഒരു ഓരോരോ വന്നിട്ട് പറഞ്ഞു, കൂട്ടരെ തീവണ്ടി റോട്ടിൽ കൂടി കൊള്ളുവോ? അപ്പൊ ഇത് പോകൂലെന്നറിയാത്ത കുറച്ച് കുട്ടികൾ അല്ലാഹു അക്ബർ പറഞ്ഞു എല്ലാവർക്കും. ഞങ്ങൾ അങ്ങനെ പറഞ്ഞു, തീവണ്ടി അങ്ങനെ റോട്ടിൽ കൂടി പോകൂല, ലീഗ് അങ്ങനെ സമത്വയാവൂല, സമത്വമായിട്ട് ലീഗും ആവൂല. ഇത് രണ്ടും 2ആണ്. രണ്ടിന്റെയും സഞ്ചാര പദം 2ആണ്, പ്രവർത്തന മേഖല 2ആണ്.
അതുകൊണ്ട് ഒന്നിനെ മറ്റൊന്നിന്റെ ആലയിൽ കളച്ചു എന്ന് പറഞ്ഞ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നതിലുപരി വിവരദോഷവും കൂടിയാണ്. മണ്ടത്തരത്തിനുള്ള നോബൽ സമ്മാനം ഇങ്ങനെ ആരോപിച്ചവർക്ക് നാം ശുപാർശ ചെയ്യുന്നു, അവർക്ക് കൊടുക്കാവുന്നു. രണ്ടാം. എന്നാൽ പിന്നെ സമത്വ നേതാക്കളിൽ ചിലർക്ക്, പ്രവർത്തകരിൽ പലർക്കും ദ്വയാംഗത്തുണ്ട്. ഒരേ സമയത്ത് ലീഗിലും സമത്വയിലും അംഗത്തുണ്ട്. നമ്മളത് നിഷേധിക്കുന്നില്ല, മുമ്പും നിഷേധിച്ചില്ല, ഇപ്പോഴും നിഷേധിക്കുന്നില്ല. നേതാക്കളിൽ ചിലർക്ക്, പ്രവർത്തകരിൽ പലർക്കും ദ്വയാംഗത്വമുണ്ട്. മഹാൻ ബാഫയ്ക്ക് തങ്ങള്, പൂപ്പായ തങ്ങള്, നബറല്ലാഹുതആല മർക്കറഹുമാ ആമീൻ, ഇവർ രണ്ടുപേർക്കും ഒരേ സമയത്ത് ലീഗിലും സമത്വയിലും അംഗത്വവും നേതൃത്വവും ഉണ്ടായിരുന്നു. ബാഫയ്ക്ക് തങ്ങൾ ലീഗിന്റെ അധ്യക്ഷനും സമത്വയുടെ ഖജാൻജിയും ആയിരുന്നു. പൂക്കോയ തങ്ങൾ ലീഗിന്റെ അധ്യക്ഷനും സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷനും ആയിരുന്നു. ഒരേ സമയത്ത് ദ്വയാംഗത്തുള്ള നേതാക്കളാണ്. എന്നെപ്പോലുള്ള പല പ്രവർത്തകർക്കും ദ്വയാംഗത്തുണ്ട്, നമ്മൾ നിഷേധിക്കുന്നില്ല. നേതാക്കളിൽ ചിലർക്ക്, പ്രവർത്തകരിൽ പലർക്കും ദ്വയാംഗത്വമുണ്ട്. ഈ ദ്വയാംഗത്വമാകട്ടെ ഈ പുറത്താക്കപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ സമത്വയെ വിമർശിക്കുന്ന ആളുകൾ സമത്വയുടെ വയസ്സും ജോലിയും ഒക്കെ ആകുന്ന കാലത്തുണ്ടല്ലോ. ദ്വയാംഗത്വമുണ്ടാകും. ഇവർ വിമർശനം കൂടാതെ സമത്വയെ അംഗീകരിച്ച് സമത്വയോടൊപ്പമുണ്ട്. പൂക്കോയ തങ്ങൾക്ക് ദ്വയാംഗത്വമുണ്ടാകുമ്പോൾ ഇവർ സമത്വയെ വിമർശിക്കാതെ സമത്വയോടൊപ്പമുണ്ട്. പിന്നെ പിൽക്കാലത്തിൽ ഇപ്പേര് വിമർശിക്കേണ്ടതുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ വിമർശനം അടിസ്ഥാനരഹിതവും അതിലുപരി വിവരദോഷവും അങ്ങനെ ആക്ഷേപിക്കേണ്ടതില്ല. പിന്നെ കേരളത്തിലാണെങ്കിൽ മലബാറിലെ മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും അപ്പോ ഇവിടെ ഉണ്ടായിത്തീർന്ന അടിസ്ഥാനപരമായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്കൊക്കെ പ്രഭാത്തിൽ ചില ചരിത്രം മറന്നുപോകാൻ സാധ്യതയുള്ള ആളുകൾക്ക് മുമ്പിലും മനഃപൂർവ്വം അത് മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മുമ്പിലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ആ ഭാഗങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിച്ചു എന്ന് മാത്രം നമുക്ക് മുടിയിലേക്ക് മടങ്ങി വരാം. ഇങ്ങനെ ആസൂത്രിതമായ രീതിയിൽ അല്ലാഹു തആല ആദരിച്ചതായ ചിഹ്നങ്ങളെ നിന്ദിച്ചുകൊണ്ട് ഒരു മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലേക്ക് വിഭാഗീയത ഉണ്ടാക്കി ഇസ്ലാമിക വിരുദ്ധ ശത്രുക്കളുടെ ആസൂത്രിതമായ ഇക്കത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഇയാൾ കടന്നു വന്നത്. ഈ മുടിയുടെ നീളം നോക്കൂ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ നീളമുള്ള മുടിയുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനെ എന്തിനിങ്ങനെ വികൃതമായി സ്വീകരിക്കുന്നു? ഇത് ഇഖ്ബാൽ മുഹമ്മദ് ജാലിയ വാല എന്ന് പറഞ്ഞ ഇയാൾക്ക് മുടി കൊടുത്തതായ ആളുടെ സൂക്ഷിപ്പ് കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫോട്ടോയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇതേ മാതിരിയുള്ള ചിത്രം തന്നെയാണ് അഹമ്മദ് ഖസ്റജിയുടെ കേശ കൂടാരങ്ങളിൽ നിന്നും പുറത്തുള്ളത്. അഹമ്മദ് ഖസ്റജിയും അതുപോലെ തന്നെ ഈ പറഞ്ഞതായ ഇഖ്ബാൽ മുഹമ്മദ് ജാലിയ വാലയും ഈ വ്യാജ പുരാണ വസ്തുക്കളുടെ സൂക്ഷിപ്പിൽ ജ്യേഷ്ഠനും അനുജനും ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമസ്തക്കാരല്ല, മറിച്ച് വിഘടിത മുഷാവറയുടെ ജോയിന്റ് സെക്രട്ടറിയായ വിമത ശബ്ദം മുഴക്കി ഇന്നും അകത്തളങ്ങളിൽ പ്രക്ഷുബ്ധമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ച് കാന്തപുരം വിഭാഗത്തിന്റെ തലവേദന തീരാത്ത തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ്. നിങ്ങൾ ശബ്ദം കുറച്ച് കഴിഞ്ഞാൽ കേൾപ്പിച്ചു തരാം. നോക്കൂ, നിങ്ങൾ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിക്കാനല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ മുടി നീട്ടി വളർത്തിയിട്ടുണ്ടോ? ഇതിന് ന്യായീകരണം നിരത്തുവാൻ വേണ്ടി തരുവണയിൽ നിന്നുകൊണ്ട് ചുരമിറങ്ങി വന്നു ഇപ്പോൾ കാരന്തൂരിൽ താമസമാക്കിയിട്ടുള്ള OM തരുവണ എന്ന് പറയുന്ന സൽമാൻ റുഷ്ദിയുടെ പിന്മുറക്കാരനും ലേഖനം എഴുതി. എന്തിനാണ് അയാൾ അല്ലാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ വികൃതരൂപിയാക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6 വർഷത്തോളം മുടി നീട്ടി വളർത്തിയിരുന്ന പ്രാകൃത ജീവിയായിരുന്നു എന്ന് ആർക്ക് വേണ്ടിയാണ് അയാൾ പേനയുന്തിയത്? എന്ത് പറഞ്ഞാലും എന്തെഴുതിയാലും അല്ലാഹുവിന്റെ ഹബീബിനെ വികൃതമാക്കുവാനുള്ള ശ്രമത്തിനെതിരെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസികൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തോളം പ്രതിരോധിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുള്ളതാണ്, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല.
സിറാജ് എന്ന് പറയുന്ന കാന്തപുരം മുസ്ലിയാർ ചെയർമാനായ ഈ തൗഫീഖ് പബ്ലിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ പുറത്തിറക്കുന്ന സിറാജിലാണ് വാർത്ത വന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 6 വർഷത്തോളം മുടി നീട്ടി വളർത്തിയ ആളാണ്. അതുകൊണ്ട് ഇങ്ങനെ നീളമുള്ള മുടി ഉണ്ടാവും, കെട്ടുകണക്കിന് മുടി ഉണ്ടാവും. പിന്നെന്താ പ്രശ്നം എന്നാണ് അയാളുടെ ചോദ്യം. ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ? ആർക്ക് വേണ്ടിയാണ് ഈ കോലാഹലങ്ങൾ? എന്തിനാണ് എന്റെ ഹദീസിനെ ഇങ്ങനെ വികൃതമാക്കി ചിത്രീകരിക്കുന്നത്? ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. റിപ്പോർട്ട് ചെയ്യുന്നവർ റിപ്പോർട്ട് ചെയ്തുകൊള്ളുക. ഇവിടെ ഇയാളുടെ കേശകൂടാരത്തിന് നേരെ എന്തെങ്കിലും ശബ്ദമുണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അന്യായങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിവിടെ ക്രമസമാധാന നില തകർക്കുമെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊന്ന് മനസ്സിലാക്കിക്കോളൂ. ഞങ്ങൾ നെഞ്ചിലേറ്റുന്ന എന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലാത്ത സാധനം ആ ഹബീബാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടുപോയി വെച്ചുകൊണ്ട് ഇത് രാജമാണെന്ന് 100% ബോധ്യപ്പെട്ടിട്ടും അതിന്റെ പിന്നാലെ തന്നെ നടന്നാൽ ഇൻഷാ അല്ലാഹ് അതെടുത്തെറിയാൻ, അത് പറിച്ചെറിയാൻ ഈ സുന്നി കൈകളെ പ്രതിജ്ഞാബദ്ധാണെന്ന് പ്രഖ്യാപിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങളത് പ്രദർശിപ്പിക്കുമെന്നല്ലേ പറയുന്നത്? നിങ്ങൾ പ്രദർശിപ്പിക്കൂ. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ നേതാക്കളും അനുമതി നൽകിയാൽ ആ പ്രദർശനം ഈ സുന്നി കേരളം തടയുക തന്നെ ചെയ്യും. യാതൊരു സംശയവും വേണ്ട. ഹബീബിന്റെതെല്ലാം 100% ഉറപ്പുള്ള സംഗതി. ഇയാളുടെ കച്ചവടവൽക്കരണത്തിന് വേണ്ടി, കമ്പോളവൽക്കരണത്തിന് വേണ്ടി കച്ചവടത്തിന് എന്ത് മാർഗവും സ്വീകരിച്ചൂടെ? ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ പറയുന്നതായ നൂർ എന്ന് പറയുന്ന ഇയാളുടെ നൂറ് മുസ്ലിയാർ, കുറ്റിപ്പുറത്തെ നൂറ് മുസ്ലിയാർ തട്ടിപ്പ് നടത്തിയപ്പോൾ നമ്മൾ ഇതുപോലെ പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടില്ല. ക്രസബിന്റെ സിമന്റിന്റെ പേരിൽ, അമാനത്ത് ട്രസ്റ്റിന്റെ പേരിൽ തട്ടിപ്പുകൾ സംഘടിപ്പിച്ചപ്പോ നമ്മൾ ഇതുപോലെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടില്ല, ക്യാമ്പയിനുകൾ ആചരിച്ചിട്ടില്ല, ഇവരുടെ പിന്നാലെ കൂടിയിട്ടില്ല. പഠിക്കണം ഇതെന്തുകൊണ്ടാണെന്ന്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇതൊരു കക്ഷിത്വത്തിന്റെ വിഷയമല്ല, ഇതൊരു സംഘടനാപരമായ വിഷയമല്ല. ഇതേതെങ്കിലും സംഘടനയെ തമ്മിലുള്ള വിൽപ്പനക്കലകളാക്കി ചിത്രീകരിക്കാൻ ആരും മെനക്കെടുകയും വേണ്ട. ഇനി അവർക്ക് മനസ്സിലാക്കണമെങ്കിൽ, അവർ മുസ്ലിം സമൂഹത്തിന്റെ പുറത്തുള്ളവരാണെങ്കിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഉദാഹരണത്തിന് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിത്വമാണ് യേശുക്രിസ്തു എന്ന് പറയുന്ന മഹാൻ. യേശുക്രിസ്തുവിന്റേതല്ലാത്ത ഒരു തിരുവസ്ത്രം കൊണ്ടുവന്ന് യേശുക്രിസ്തുവിന്റേതാണെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ വിടൂലല്ലോ. ബുദ്ധഭഗവാന്റെതല്ലാത്തൊരു സാധനം കൊണ്ടുവന്ന് ബുദ്ധഭഗവാന്റെ തിരുശേഷിപ്പാണെന്ന് പറഞ്ഞാൽ ബുദ്ധഭഗവാന്റെ അനുയായികൾ വിടൂലല്ലോ. ശ്രീകൃഷ്ണന്റെതല്ലാത്ത, കൃഷ്ണഭഗവാന്റെതല്ലാത്ത ഒരു തിരുശേഷിപ്പാണെന്ന് പറഞ്ഞു കൃഷ്ണഭഗവാന്റെ അനുയായികൾ കടന്നു വന്നാൽ, ഈ ചില തൽപര കക്ഷികൾ കടന്നു വന്നാൽ കൃഷ്ണഭഗവാന്റെ അനുയായികൾ വിടൂലല്ലോ. അത് തന്നെയാണ് ഇവിടെ സുന്നി സമൂഹം യഥാർത്ഥ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇതിനൊക്കെ ചില ചിഹ്നങ്ങളുണ്ട്, ഇതിനൊക്കെ ചില മാർഗങ്ങളുണ്ട്. എന്നിട്ട് അതെത്രമാത്രം മുസ്ലിം സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചുകൊണ്ട് അവരുടെ തന്നെ ഒരു മൗലവി പ്രസംഗിക്കുന്നു. കൂറ്റമ്പാറക്കാരൻ അബ്ദുറഹ്മാൻ മൗലവി. അയാൾ സംസാരിക്കട്ടെ, നിങ്ങൾ ഈയിടെ ഒരു നാടിലൂടെ യാത്ര ചെയ്തപ്പോൾ അവിടെ ഒരാളുടെ തല വരച്ചിട്ടുണ്ട്. ആ തലയിൽ നിന്ന് ഒരുപാട് നീണ്ട മുടികൾ ഇങ്ങനെ ഒന്നായിട്ട് തൂങ്ങിക്കിടക്കുന്നു. ആ തലയും തൂങ്ങിക്കിടക്കുന്ന ആ മുടിയും ഒന്നായിട്ട് ഇങ്ങനെ ഒരു കാർട്ടൂൺ വരച്ചു. എന്നിട്ട് മർക്കസിലെ ഷഹറെ മുബാറകയും AP ഉസ്താദിനെയും ഒക്കെ പരാമർശിക്കുന്ന കുറെ വാക്കുകളും അതിന്റെ ചുവട്ടിൽ എഴുതിയിട്ടുണ്ട്. ഇത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഇങ്ങനെ കണ്ടും വായിച്ചും കൊണ്ടിരിക്കുന്നു. ഈ രംഗം കണ്ടപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. കാരണം ഈ തല ഓർമ്മിപ്പിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തലയെ സൂചിപ്പിക്കാനല്ലേ ഈ തല വരച്ചിട്ടുള്ളത്. ആ തലയിൽ നിന്ന് വികൃതമായ രൂപത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഈ മുടികളൊക്കെ വരച്ചിരിക്കുന്നത് സരോജിനിയും സാവിത്രിയും എന്ത് മനസ്സിലാക്കണം? ഇങ്ങനെയാണോ മുഹമ്മദ് നബിയുടെ തല? ഇതായിരുന്നോ മുഹമ്മദ് നബിയുടെ മുടി? ഇത് സാധാരണക്കാരന് ചിന്തിപ്പിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഈ കാർട്ടൂൺ വരച്ചിട്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ ആമുഖത്തിൽ ഈ വിഷയം കൊണ്ടുവന്നത് ആലോചിക്കാതെയല്ല. ഒരു തല വരച്ചിട്ട് ആ തലയിൽ ഈ രൂപത്തിൽ വികൃതമായ ഒരുപാട് മുടികൾ അതിങ്ങനെ കാണുമ്പോൾ ഏത് രൂപത്തിലുണ്ട്? ശരിക്കും ഒരു പിശാചിന്റെ, ഒരു പച്ചിന്റെ, അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയുടെ, അല്ലെങ്കിൽ ഒരു ഭ്രാന്തന്റെ,
ഈ കാപ്പൂർ നിരക്ക് വെച്ചുകൊണ്ടാണ് ഷഹറെ മുബാറക്കിനെ പരിഹസിച്ചുകൊണ്ട് ഫ്ലക്സുകൾ ചില സ്ഥലങ്ങളിൽ. അപ്പുറത്തിരിക്കുന്ന ആളുകൾ ആരായിരുന്നാൽ അവർ തങ്ങന്മാരായാലും മുസ്ലിംമാരായാലും ഇനി ഔലിയാക്കളായാലും ശരി, അവരോട് ഈമാനിന്റെ ഭാഷയിൽ ഇതിന് കാരണക്കാർ നിങ്ങൾ തന്നെയാണ് കേട്ടോ എന്ന് ഞങ്ങൾ എങ്ങനെയുണ്ട് വിഷയം എന്നിട്ട് നേരെ തിരിച്ചിട്ട് നമ്മളെ മേത്തിടുക. നമ്മൾ ഷഹറെ മുബാറക്കിനെ എതിർക്കുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഷഹറെ മുബാറക്കിനെതിരല്ല, ഞങ്ങൾ തിരുകേശത്തിനെതിരല്ല, ഞങ്ങൾ വ്യാജകേശത്തിനെതിരല്ല. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്ലാത്ത അല്ല എന്ന് 100% ഉറപ്പുള്ള ഒരു സാധനം അല്ലാഹുവിന്റെ ഹബീബിന്റെതാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ആസൂത്രിതമായ നീക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സ്വാഭാവികമായും ഒരു പിശാചിന്റേതാണ്, സ്വാഭാവികമായും അത് ഭ്രാന്തന്റേതാണ്, മാനസിക രോഗികളുടേതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചിത്രീകരിക്കുന്നതും നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ സാധിക്കുകയുണ്ടായി. എന്നാൽ കേട്ടോളൂ, ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശക്തികളിൽ അത്യുത്തമനാണ്. ഇനി സനദില്ലാമെന്ന് വെക്കുക, കൈമാറ്റ പരമ്പരല്ല. എന്തൊക്കെ മാർഗങ്ങളാണ് ഇവർക്ക് മുമ്പിലുള്ളത്? ഒന്നുകിൽ അതിന്റെ കൈമാറ്റ രേഖ വേണം, അതല്ലെങ്കിൽ അതിന്റെ ചരിത്രപരമായ രേഖ, ചരിത്രപരമായ പിൻബലം അതെങ്കിലും ഹാജരാക്കുവാൻ അവർക്ക് സാധിക്കണം. അതുമില്ലെങ്കിൽ അത് അതിന്റെ ഖുസൂസിയത്ത്, അതിന്റെ പ്രത്യേകത. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അതിന്റെ നേരുണ്ടാവില്ല, കത്തിച്ചാൽ കത്തൂല, അതിൽ ഈച്ചയിരിക്കൂല, ഉറുമ്പയ്ക്കൂല. ഇതുപോലെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുസൂസിയത്തു ദാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന വസ്തുതകൾ ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. ഇതിനെയൊക്കെ പാടെ നിരാകരിച്ചുകൊണ്ട് എല്ലാത്തിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ പ്രവേശനം നടത്തിയത്. നോക്കൂ നിങ്ങൾ, ഈ കേസ് കൈമാറ്റം നടന്ന ആ സമയത്ത് പോലും, അതുപോലെ തന്നെ അതിന്റെ പിൻബലം അതിന്റെ പിന്നീട് നടന്ന സമയങ്ങളിൽ പോലും ഇതിനെ സംബന്ധിച്ചുകൊണ്ട് ചർച്ചയുണ്ടായിട്ടുണ്ട്. അവരുടെ സ്റ്റേജുകളിൽ വെച്ചുകൊണ്ട് ചർച്ച നടന്നിട്ടുണ്ട്. അവരുടെ അതായത് ഈ യേശക്കൂടാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ യേശന്മാരുടെ ഇടയിൽ തന്നെ വെച്ചുകൊണ്ട് ഇതിന്റെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇനിയും പുറത്തു വരാനിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. വരട്ടെ, അതിന്റെ ഒരു അല്പഭാഗം ഉമർ കാമിലി എന്ന് പറഞ്ഞ ആൾ നിയൽ പരിശോധിച്ചപ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വെളിപ്പെടുത്തലുകൾ ഇവിടെ നടന്നതായ സമയത്ത് അതിന് മറുപടി പറയുവാൻ വേണ്ടി പേരോട് അബ്ദുറഹ്മാൻ മൗലവി കടന്നു വരികയാണ്. അദ്ദേഹം അത് ഇഷാൻമാർ എന്ന് പറയുന്ന ഈ വസ്തുതകൾ ലോകത്തിന്റെ മുമ്പിലേക്ക് പുറത്തുവിടാൻ രംഗപ്രവേശം ചെയ്തതായ ആ ചെറുപ്പക്കാരന്റെ മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നതായ വാക്കുകൾ അതൊന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ നിങ്ങൾ. അടുത്തത് ഉസ്താദ് ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ചോദിച്ചു, അത് തരാൻ പറ്റില്ല എന്ന് ഞാൻ ഫോൺ നമ്പർ അന്വേഷിച്ചു. ഉമർ കാമിലി എന്ന് പറയുന്നതായ പണ്ഡിതൻ അദ്ദേഹത്തെ ബന്ധപ്പെടുവാൻ വേണ്ടി ഫോൺ നമ്പർ ചോദിച്ചപ്പോ ഫോൺ നമ്പർ കൊടുത്തില്ല. എന്റെ കാരണം ബന്ധപ്പെട്ടാൽ എല്ലാം പൊളിഞ്ഞു പോകും. ഇതൊക്കെ ഒരു പുകമറയാണ്. എന്നിട്ട് അതിന് മറുപടി പറയുവാൻ ശ്രമിച്ചുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ മൗലവി ഉരുളൽ കണ്ടോളൂ, ഞങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് CD കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്തൊക്കെയോ വിഴുങ്ങിത്തുന്നുവാൻ വേണ്ടി പട്ടത്തിലാക്കി തന്നിട്ടുണ്ട് എന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവര് പറഞ്ഞത് മറുപടിയാണോ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണോ അല്ലേ? നിങ്ങൾ വിലയിരുത്തിക്കോളൂ, ഞാനൊന്നും പറയുന്നില്ല കേട്ടോളൂ. ചോദിച്ചു, അത് തരാൻ പറ്റില്ല എന്ന് ഞാൻ ഫോൺ നമ്പർ അന്വേഷിക്കാൻ വേണ്ടി അയച്ച ബഷീർ ഹാജി എന്ന് പറയുന്ന മുക്കം സ്വദേശിയായ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ തീർത്തു പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഒരു പക്ഷേ ബഷീർ ഹാജി നിങ്ങളും ഇഷാൻ മാഹിയൊക്കെ സൃഷ്ടിക്കും. സൗണ്ട് കൊണ്ടല്ലോ. അറിവാണ് നമുക്ക് മനസ്സിലായത്. ഇനിയോ ഇതപ്പോ തെളിവ് ഫോൺ നമ്പർ കൊടുക്കാതിരുന്ന ഷെയറും ബാർക്ക് കുറച്ച് ഉണ്ടായിരിക്കുമോ? അത് എനിക്കാവില്ല പറഞ്ഞ്. അടുത്തത് മറുപടി കഴിഞ്ഞ് ഫോൺ നമ്പർ കൊടുക്കാത്തത് കൊണ്ടാണ് ഇത് ഷെയർ മുബാറക്ക് അല എന്ന് പറഞ്ഞത് എന്ന് അതായത് കിതാബില പറഞ്ഞത്. അയാൾ മറുപടി അതിനല്ല മൗലവി സമർപ്പിച്ചത്. ഇതെന്തിനാ പറഞ്ഞത്? ഇദ്ദേഹം നീൽ പരിശോധിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയുള്ള ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുകൊണ്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞു ഉമർ കാമിലി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. ഉമർ കാമിലി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഉമർ കാമിലിയുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്പർ ആവശ്യപ്പെട്ടത്. എന്തേ നല്ലത്? എന്തേ അതിൽ നിന്നുകൊണ്ട് ഒഴിഞ്ഞു മാറിയത്? അയാളുടെ സംസാരം തുടരട്ടെ. ഇനിയോ
ഇതപ്പോ തെളിവ് ഫോൺ നമ്പർ കൊടുത്താൽ ഷെറു പാർക്ക് കുറച്ച് ഉണ്ടായിരിക്കുമോ? അത് എഴുതിയിട്ടാവില്ല പറഞ്ഞേ. അടുത്തത് ഉമർ കാമിലി അത് പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്ന് ഇവന്റെ CD പറയുന്നുണ്ട്. എന്നാൽ അത് ആരോട് പറഞ്ഞു? കാന്തപുര ഉസ്താദിനോടും തുള്ളിക്കോടിനോടും ബഷീറാജിനോടും പറഞ്ഞു എന്നാണ് ഇവന്റെ പുസ്തകത്തിൽ പറയുന്നത്. ഏറ്റോ കാന്തപുര ഉസ്താദിനെ വിളിച്ചു വെച്ച് ഉസ്താദ് പറഞ്ഞു ഞാൻ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ തുള്ളിക്കോടും പറഞ്ഞു. അപ്പൊ അവരുടെ ആള് പറഞ്ഞേ കളവൂർ ബഷീറാജി പറഞ്ഞത് നേരി അഹമ്മദ് ഖസൽ പറഞ്ഞു. ബഷീറാജിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു മുസ്ലിമായിരിക്കും. അയാൾക്ക് ഇവരുടെ സംഘടനാ താൽപര്യങ്ങൾ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി നുണ പറയേണ്ട ആവശ്യമുണ്ടാവൂല. എന്നാൽ ഇവരൊക്കെ ഈ കേശകൂടാരത്തിന്റെ സൂക്ഷിപ്പുകാരനായിക്കൊണ്ടിരിക്കുന്ന ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ അതിന്റെ വൈസ് ചാൻസലർ എന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശം ചെയ്യാനുള്ള ഒരു മടിയുമില്ലാത്ത ആളാണെന്ന് ഇവിടെ നിന്ന് പിരിയുന്നതിന്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. തുടർന്നോട്ടെ. ഈ പറഞ്ഞതിൽ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിനോട് ബഹുമാനപ്പെട്ട ഉമർ കാമിലി പറഞ്ഞിരുന്നു എന്ന് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായ ബഷീർ ഹാജി എന്നോട് പറഞ്ഞിരുന്നു. ആ പറഞ്ഞ് 2 മിനിറ്റ് ആയതിനു മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിനോട് വിളിച്ചു. ഞാൻ വിളിച്ചു ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ, ഉമർ കാമിലി ഈ വിഷയത്തെ സംബന്ധിച്ച് ഉസ്താദിനോട് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒന്ന് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമേ അത് പൊതുസമൂഹത്തിൽ പറയാൻ പാടുള്ളൂ. ഉസ്താദ് കണ്ണടച്ച് പറഞ്ഞു, അങ്ങനെ ഉമർ കാമിലി എന്നോട് പറഞ്ഞിട്ടില്ല. ചുള്ളിക്കോട് ഉസ്താദോട് ചോദിച്ചു, ചുള്ളിക്കോട് ഉസ്താദും പറഞ്ഞു ഉമർ കാമിലി എന്നോട് പറഞ്ഞിട്ടില്ല. ബഷീറാജി പറഞ്ഞില്ല എന്നുള്ള വേറെ വിഷയം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു. ഉമർ കാമിലിനെ വളരെ സാഹിത്യത്തിൽ അറബി പറയുന്ന ഒരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞ വാചകം കാന്തപുര ഉസ്താദിനും തുള്ളിക്കോട്ടിനും മനസ്സിലാകുന്നത് പോലെ സാഹിത്യ ഭാഷ അറിയാത്ത മനസ്സിലാവുമോ? അതേ ഉസ്താദിനോട് പറഞ്ഞിട്ടില്ല. അപ്പോ അതിനിടയ്ക്ക് ഒരു കാര്യം സൂചിപ്പിക്കുന്നു. നമ്മുടെ പ്രവർത്തനത്തിന് വേണ്ടി ഒരുപാട് ചെലവുണ്ട്. ഇതൊരു സാധാരണ സംഘടനാപരമായ വിഷയമല്ല. ഇത് നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ചില ആളുകൾ നടത്തുന്ന പ്രചരണത്തിനെതിരെയുള്ള പ്രതിരോധത്തിന്റെ ദിഫാഇന്റെ ഘാതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാർ നിങ്ങളെ സമീപിക്കുമ്പോൾ അകമഴിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് സംഭാവനകൾ അർപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് വരിക. ഉമർ കാമിലി സാഹിത്യ സമ്പുഷ്ടമായ രീതിയിൽ അറബി സംസാരിക്കുന്ന ആളാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഏപ്പിസ്ഥാനും ചുൾക്കോടിനൊക്കെ തിരിയുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നാൽ നോക്കിക്കോളൂ നിങ്ങൾ, കാന്തപുരത്തിന്റെ മർക്കസിലെ PA ആയി ജോലി ചെയ്തിരുന്ന വല്ലപ്പുഴക്കാരൻ പറയുകയാണ്, ഉമർ കാമിലിയെ പോലെയുള്ള ആളുകളോട് സംസാരിക്കുവാനുള്ള യോഗ്യത, അതുപോലെയുള്ള ആളുകളോടൊന്നും അക്കാഡമിക്കൽ ലെവലിൽ ഉയർന്നതായ ആളുകളോടൊന്നും സംസാരിച്ചുള്ള പരിചയം ഉസ്താദിനില്ല. അതുകൊണ്ടാവാ മനസ്സിലാ ണോ ഏതോട്ടെ സാക്ഷാൽ ഇഷാൻ മാഹി എന്ന് പറയുന്ന ഇവരുടെ ഈ വ്യാരമുടി ഒറിജിനലാക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്ന ഇന്റർനെറ്റിന്റെ ക്ലാസ് റൂമിന്റെ അവതാരകനായിരുന്ന ചെറുപ്പക്കാരനും കാന്തപുരത്തിന്റെ മർക്കസിലെ അദ്ദേഹത്തിന്റെ PA ആയിരുന്ന വല്ലപ്പിഴക്കാരൻ സ്വാലിഹ് കാപ്പിയും തമ്മിലുള്ള അവരുടെ അക്കാഡമിക് ലെവലിൽ കാന്തപുരത്തിന്റെ നിലവാരം എന്താണെന്ന് അവര് തന്നെ തുറന്നു പറഞ്ഞോട്ടെ. അതൊന്ന് കേട്ടോളൂ. ചുള്ളിക്കോടിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. കാരണം സാധാരണ അറബി കോട്ടകയിൽ ചികിത്സയ്ക്ക് വരുന്ന ഒരു പൊട്ടനായ അറബിയെ പോലെയല്ലോ ഉമർ കാമിലി. അപ്പൊ അങ്ങനത്തെ ആളുകളോട് സംസാരിച്ച സ്ഥാനമൊക്കെ പരിചയമുള്ളൂ. അക്കാദമിക് തലത്തിൽ ഉയർന്നൊരു അറബിയോടൊന്നും സംസാരിച്ചിട്ടുള്ള പരിചയങ്ങൾ മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെയുള്ള അക്കാഡമിക്കൽ ലെവലിൽ ഉയർന്നതായ ആളുകളോട് സംസാരിച്ചുള്ള പരിചയമൊന്നും ഉസ്താദിനില്ല. കോട്ടക്കല്ല് ഒഴിച്ചിലിന് വരുന്ന അറബികളൊക്കെ കൊണ്ടുവന്നും കാണിട്ട് ആളുകളെ കൊണ്ട് പറ്റിക്കും. നല്ല രൂപം വേഷം നിർത്തി മക്കളിങ്ങനെ തക്ബീറെല്ലാം കുറച്ച് എന്താ പറയാ കഴിച്ചാൽ കുറച്ചുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രം. ഒരിക്കലും തന്നെ ഒരു അള്ളാഹുവിന്റെ റസൂലിന്റെ ആസാറാണെന്ന് ഒരിക്കലും ഇവർക്ക് സ്ഥിരീകരിക്കാൻ കഴിയാത്ത കേശത്തിന്റെ കേന്ദ്രം കൊണ്ടു നടക്കുന്ന ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാല എന്ന് പറയുന്ന ബന്ധക്കാരനും അഹമ്മദ് ഖദ്രജി എന്ന് പറയുന്ന അബൂദബിക്കാരനും ജ്യേഷ്ഠനെയും അഞ്ചനെയും പോലെയാ വ്യാജകേശങ്ങൾ രണ്ടാളൊക്കെ കണക്കാനുള്ളത്. ആരാ പറയുന്നത്? അവരുടെ വിമത നേതാവായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അയാൾ പറയുന്നത് ഒന്ന് കേട്ടോളൂ. ഖദ്രജി ഒരുപാട് വെള്ളം വാങ്ങിയാളാണ്. ഈ ഹസ്ബി ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയച്ചാളാ. ഇഷാനോട് ചോദിക്കാണ് പൊന്മള, നിങ്ങൾ പോയിക്കുന്ന അയാളെ വീട്ടില്
അയാളെ വീട്ടില് ഒരുപാട് വ്യാജ വസ്തുക്കളുണ്ട്. ഇതൊക്കെ കാണുമ്പോ ഇഖ്ബാൽ ജാലിയാവാലയും അഹമ്മദ് ഖദർ എന്നാണ് തോന്നുക. അദ്ദേഹത്തെ വീട്ടിൽ കിട്ടില്ലേ? ഞാൻ വീട്ടിൽ പോയിരുന്നു, പക്ഷെ ഫസലുദ്ദീനെ നേരിട്ട് കാണാൻ പറ്റിയില്ല. ഞാൻ പോയിരുന്നു അവിടെ. അയാൾക്ക് പല ഏതുണ്ട്. അല്ല, അപ്പൊ അവര് ഇയാള് കുറെ ഇയാളെ മരിച്ച ഇയാള് എല്ലാം ഇതിന് സംശയം. ഈ ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാലയുടെ അടുക്കലുള്ളത് പോലെ തന്നെ വ്യാജ ശേഖരം ആരുടെ അടുക്കലുണ്ട്? അഹമ്മദ് ഖദ്റജിന്റെ കയ്യിലുണ്ട്. ഇതൊക്കെ കൊണ്ടുപോകുന്നതും പൊളിയുന്നതും ഒക്കെ എങ്ങനെയാണെന്നല്ലേ ഞങ്ങൾ അയാളെ ക്ഷണിച്ചു. ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാലയുടെ അടുക്കൽ പോയി. അയാളുടെ അടുക്കൽ നിന്നുകൊണ്ട് മുടി വാങ്ങി. എന്നപ്പോ അയാൾ ഒരിശ പറയാൻ വേണ്ടി അയാളെ ഫയലോട് എടുത്ത് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, പിന്നെ ആ അബുദാബിക്കാരല്ല അഹമ്മദ് ഖദ്റജി, മൂപ്പര് മുടിയുണ്ടായത് ഇന്ത്യ നിന്നാണ്. അപ്പോഴല്ല പൊളിഞ്ഞത് ഇതൊക്കെ ട്രക്ക് കമ്പനിയുടെ ഭാഗമാണ് എന്ന്. ഇതൊക്കെ മാറ്റിവെക്കാൻ വേണ്ടി 2005 വന്നതായ മുടി അതിന്റെ ആധികാരികത തെളിയിക്കുന്നതിന് പരാജയപ്പെട്ടപ്പോ 2011 ജനുവരി മാസം 9 തീയതി ഈ കൂടാരത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് അഹമ്മദ് ഖദ്റജിയിൽ നിന്നുകൊണ്ട് 2ാം ഘട്ട കേശം കടന്നു വരുന്നത്. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ടൊരു സനദ് വായിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതിനിധി വായിച്ചത് സനദാണെന്ന് പറഞ്ഞ് അവർ കൊട്ടിഘോഷിച്ചു. എന്താ പറഞ്ഞത്? ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി തരാം, ഞാൻ ആരാണെന്ന് വ്യക്തമാക്കി തരാൻ, ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ പിതർ പരമ്പര നീയുടെ സനദായിക്കൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു. അതിന്റെയും മുമ്പ് ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാലയുടെ മുടിയെ സംബന്ധിച്ചുകൊണ്ട് ചോദ്യമുയർന്നപ്പോ ആ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടായതായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അയാളതാ ഒരു സനദ് പൊട്ടിക്കുന്നു. 2009 ജൂൺ മാസം 6 തീയതി മലപ്പുറത്ത് നടന്ന ജാഗരണ സമ്മേളനത്തിന്റെ അല്പഭാഗം അടുക്കൽ വരെ അവിടുന്ന് സൂക്ഷിച്ച മുടികളിൽ ഒരു കഷ്ണം ബഹുമാനപ്പെട്ട ഖുത്ബുദ്ദീനുൽ ഫിർദൗസി പരിശുദ്ധ ദീനവും പ്രജകളും മുറബിയായ ശൈഖുമായുള്ള ഖുത്ബുദ്ദീനുൽ ഫിർദൗസി റളിയല്ലാഹു അൻഹു അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഡൽഹിയിലാണ്. ആ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖുത്ബുദ്ദീനുൽ ഫിർദൗസി തങ്ങളുടെ വഴിക്ക് ബഹുമാനപ്പെട്ട മാർഹറാസനിപ്പിൽ ഇന്നും നിലകൊള്ളുന്ന മഹാന്മാരായ ബർക്കാത്തി സയ്യിദന്മാർ അവരുടെ കുടുംബ പരമ്പരയിലൂടെ എനിക്ക് നേരിട്ട് ലഭിച്ചതാണ് മർക്കസിലുള്ള ഷെയറും ബാർക്ക് എന്ന് പറയുന്നത്. അപ്പോ ബറക്കാത്തി സയ്യിദമാരിലെയാണ് ഈ മുടി കൈമാറ്റം ചെയ്തുകൊണ്ട് തനിക്ക് കിട്ടിയത് എന്നാണ് അദ്ദേഹം വന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇത് ശുദ്ധ കളവായിരുന്നു എന്ന് അല്ലാഹു തആല അവരുടെ നാവുകൂടെ തന്നെ പൊളിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പിന്നീട് കോട്ടക്കൽ നടന്നതായ അവരുടെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് മുടിയുടെ സനദിന്റെ ആധികാരികത ചോദ്യം ചെയ്യപ്പെട്ടപ്പോ ഒരു സനദ് വായിക്കുകയുണ്ടായി. നിങ്ങൾക്ക് കേൾക്കാം ഖാദിരിയ തുരീഖത്തിന്റെ സനദ്. ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാല പറയുന്നു, ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാല അദ്ദേഹം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വംശപരമ്പരയിൽ ജനിച്ച ആളാണെന്ന്. അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോ ഇവനും അവിടെ 2 ബഹുമാനപ്പെട്ട അമീർ ഫൈസിക്ക് കിട്ടിയതായ മുടിയുടെ ആധികാരികതയും അദ്ദേഹത്തിന്റെ സ്വീകാര്യതയും ഒക്കെ അന്വേഷിക്കാൻ വേണ്ടി പോയതാ. അദ്ദേഹം കാണിച്ചു തന്നു കാലുമ്മൽ മുറിയുടെ പാട്. എന്നിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് പാമ്പിന്റെ കുത്തേറ്റ ഗുഹയിൽ നിന്നുകൊണ്ട് കുത്തേറ്റതിന്റെ പാട് അതിന്റെ കാൽമലുണ്ട്. ആ കാൽമലുള്ള പാട് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന് കിട്ടിയ കൊത്തിന്റെ പാമ്പിന്റെ കൊത്ത് കിട്ടിയതിന്റെ പാട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം ബഹുമാനപ്പെട്ട സുലൈമാൻ ദാരിമി ഏലംകുളം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു, അമീർ ഫൈസിയോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, ഇമ്രാൻ ജാലിയാവാല എന്ന് പറഞ്ഞ ഈ ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാലയുടെ പുത്രനെ ചൂണ്ടിക്കൊണ്ട് പേരക്കുട്ടിന്റെ കാൽമലൊന്നും അങ്ങനെ പാട് കാണുന്നില്ലല്ലോ. ഇയാളങ്ങനെ വല്ലാതെ നുണ പറയുവാൻ വിദഗ്ധനാണ്, കാണാം നിങ്ങൾക്ക്. എന്നാൽ കാന്തപുരം വായിച്ചതായ സനദ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലിയ്യൻ കറമല്ലാഹു വജ്ഹഹു ആനവർകളിലൂടെ കടന്നുപോകുന്നതാണ്. അത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിലൂടെ പോകുന്നതല്ല. ജാലിയാവാല പറയുന്നു, എനിക്കെന്റെ പിതാമഹനിലൂടെയാണ് മുടി കിട്ടിയത് എന്ന്.
ഉസ്മാൻ പാനിപ്പാത്തി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നും ഈ ഇഖ്ബാൽ വെളിപ്പെടുത്തുന്നു. കാന്തപുരം വായിക്കുന്നതായ സനദിനതില്ല. ഇഖ്ബാൽ മുഹമ്മദ് വലി ജാലിയ വാല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സനദ് വായിക്കുന്നത് കേട്ടോളൂ. ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനിയിലൂടെ അങ്ങനെ 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 ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹുവിലൂടെ കടന്നു പോകുന്ന ഒരു സനദ്. ഈ സനദ് കെട്ടിച്ചമച്ചതാണ്. ഇത് ഒറിജിനൽ സനദല്ല, ഇത് ഒറിജിനൽ കൈമാറ്റ പരമ്പരയല്ല. ഈ കേശകൂടാരത്തിലെ ഇപ്പോഴും അവിടെ പച്ചക്കളവ് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ നുണ പറഞ്ഞുകൊണ്ട് അവരുടെ ലൈബ്രറിയിൽ ജോലി ചെയ്യുന്ന അബ്ദുൽ മജീദ് മുസ്ലിയാർ എന്ന് പറയുന്ന അല്ലാഹുവിന് ലവലെ സമയമില്ലാതെ കാന്തപുരം മുസ്ലിയാരുടെ ഒപ്പം കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കുവാൻ അതിവിദഗ്ധനായ അയാളാണ് ഈ വ്യാജമായ സനദുണ്ടാക്കിയത്. അല്ലാഹു റസൂലിന്റെ മേൽ നുണ പറയുന്ന ആളുകൾ നുണ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒന്ന് മനസ്സിലാക്കിക്കോളൂ, അല്ലാഹു യഅ്സിമുക മിനന്നാസ്. അല്ലാഹു കാത്തുകൊള്ളും, അല്ലാഹു കാക്കും. നിങ്ങളൊക്കെ എന്ത് നുണ എത്ര പണം കൊടുത്തുകൊണ്ട് അടക്കാൻ ശ്രമിച്ചാലും ശരി, അതിങ്ങനെ തുളഞ്ഞുകൊണ്ട് ചാടും, ഒരു സംശയവും വേണ്ട. ഇതിനു വേണ്ടി സംസാരിച്ച് നടന്നിരുന്നവരൊക്കെ എവിടെ? ഇതിനു വേണ്ടി ഒറ്റപ്പാടുണ്ടാക്കി നടന്നവരൊക്കെ എവിടെ? മറുപടി പറയണം നിങ്ങൾ. അദ്ദേഹം അതിന് മുമ്പ് കോട്ടക്കൽ വായിച്ചതായ സനദ് അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. മൗലാന ഇഖ്ബാൽ വലി ജാലിയ വാല. കേട്ടില്ലേ? വലിയ ജാലിയ അയാളെ അങ്ങനെ പലരെ മൗലിയാക്കന്മാരൊക്കെ അയാൾക്ക് വല്ലാത്ത തിരക്കാം. മൗലാന ഇഖ്ബാൽ വലി ജാലിയ വാല. പിന്നെ ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി, السيد عبد الله القادري، السيد نظام الدين القادري، السيد إمام الدين القادري، السيد سيف الدين القادري، السيد إمام الدين القادري، السيد نظام الدين القادري، السيد عبد الرزاق القادري، السيد محمد إمام الدين القادري، السيد مرتضى سيف الله القادري، السيد عيدر عطاء الله القادري، السيد محمود القادري، السيد عبد الرزاق القادري، السيد علي القادري، السيد أحمد القادري، السيد محمود القادري، شريف السادات مجمع البركات، السيد الشيخ أحمد القادري البغدادي، السيد يوسف السيد أحمد القادري، شهاب الدين القادري، علي أحمد الدين القادري، كميل الدين حيدر أبو الحسن القادري، محمد عماد الدين القادري، أمين الله أبو العطاء السيد القادري، عفيف الحسن القادري، حيدر سليمان السيد الدين القادري، أبو عبد الله سيف الدين السيد عبد الوهاب القادري، الشيخ قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله روحه العزيز، أبو سعيد مبارك، അപ്പൊ ഇങ്ങനത്തെ ഖാദിരീയത്തിന്റെ വ്യാജമായ അല്ലാഹുവിൻ ഹബീബിന്റെ മുടിയുടെ സനദാണ് എന്ന് സമർപ്പിക്കുവാൻ വേണ്ടി അവർ അവതരിപ്പിച്ചത്. എന്നാൽ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം ഒരുപാട് മഹാരഥന്മാരായ പിൻഗാമികളെ രേഖപ്പെടുത്തിയിട്ടില്ലേ? എവിടെയെങ്കിലും ഇഖ്ബാൽ മുഹമ്മദ് ജാലിയ വാലയുടെ കയ്യിലുള്ള കേശക്കൂമ്പാരം പോലെ, അഹമ്മദ് ഖസ്റജിയുടെ കയ്യിലുള്ള കേശക്കൂമ്പാരം പോലെ ഇതുപോലെ കേശക്കെട്ടുകൾ ജീലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ വംശപരമ്പരയിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം വായിച്ച ആ പരമ്പരയിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നതാണെന്ന് തെളിയിക്കാൻ കാന്തപുരത്തിന്റെ കൂടാരത്തിലെ ഏതെങ്കിലും ചുണക്കുട്ടികളോ ആൺകുട്ടികളുണ്ടെങ്കിൽ വന്നോളൂ, ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിനെ ഷഅറ മുബാറക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടു നടക്കുന്നതായി ഈ കെട്ടുകൾ ഇഖ്ബാൽ മുഹമ്മദ് ജാലിയ വാല അടുക്കലുള്ള അഹമ്മദ് ഖസ്റജിയുടെ അടുക്കലുള്ള ഇതുപോലെ കേശക്കൂമ്പാരം മുഹമ്മദ് ജിലാനി റളിയല്ലാഹു തആല എന്നിവരുടെ കൈമാറ്റം ചെയ്തു വന്നതായി തെളിയിക്കാൻ അവർക്കാർക്കെങ്കിലും സാധിക്കോ? എന്ത് പറഞ്ഞാലും അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ പച്ചക്കളവ് പറയുവാൻ യാതൊരു മടിയുമില്ലാത്തതായ ഈ ടീമിനെ കുറിച്ച് കൊണ്ടെന്ന് പറയാൻ അത് വിവാദമായപ്പോ ആ മുടിയുടെ ആധികാരികത ചോദ്യം ചെയ്തപ്പോ അവർ വേണ്ടി കിടന്നുകൊണ്ട് തുളയുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. അത് അങ്ങനെ വ്യാജമാക്കി ഉണ്ടാക്കിയതൊന്നുമല്ല. ആരിഫ് ബറക്കാത്ത് എന്ന് പറഞ്ഞ ഇയാൾക്ക് മുടി എത്തിച്ചു കൊടുക്കുക മർക്കസിലെ ജീവനക്കാരൻ തന്നെ കൊണ്ടുപോയി കൊടുത്തതാണ് എന്നായിരുന്നു പിന്നീട് പറഞ്ഞ മറുപടി. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രസംഗിക്കട്ടെ. എന്നാൽ കൊടുത്ത ആൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, വാങ്ങിയ ആൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. വാങ്ങിയത് ശൈഖുനയാണ്, കൊടുത്തത് ആരിഫ് ബർക്കാത്തിയാണ്. ആരിഫ് ബർക്കാത്തി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ ആരിഫ് ബർക്കാത്തിയെ ഇതേ ചെറുപ്പക്കാരൻ വിളിച്ച് ചോദിക്കുന്നു, ആരിഫ് ബർക്കാത്തി കോന്തിയ ആരാണ് ആ മുഹസനായ സരൽ കൊടുത്തത് പറയുമ്പോ മേനേ ദിയാന, ഞാനാണ് കൊടുത്തത് എന്ന് ഉറുദുവിൽ പറയുന്നു. കേട്ടോളൂ. वालेकुम अस्सलाम रहमतुल्लाहि व बरकातहू। आरिफ साहब घर में पहुंच गया? फिर भी
अभी आरिफ साहब और एक सवाल पूछेगा तो मुश्किल नहीं है ना? नहीं अभी तक आप एक बार भी देखा था वो सनद मुफस्सिल मरकज में देखा? सनद मुफस्सिल, हाँ ये सनद मरकज में सनद मुफस्सिल हैंड टू हैंड रसूल हुजूर रसूल सल्लल्लाहु अलैहि वसल्लम तक जाता वो दिया ना मैंने। कौन दे दिया? मैंने दिया ना। नहीं, वो मरकज से बनाया वो लोग मजीद मुस्लिम ऐसा ही बोलते हैं। फिर मरकज से बना मतलब മേനതിയാനെ ഞാനാണ് കൊടുത്തതെന്ന് പറയുമ്പോൾ ഇയാൾ പറയാണ് മജീദ് മുസ്ലിയാർ പറയുന്നില്ല അയാൾ ഉണ്ടാക്കിയതാണ്. മർക്കസ്മേ ബനായ മത്ലബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇയാൾ ചോദിക്കുന്നു. കൊടുത്താൽ നിങ്ങൾ എന്നാണ് എന്താ അർത്ഥം മനസ്സിലായോ? ഉറുദു കുറച്ചൊക്കെ എനിക്കും അറിയൂ, ആലോചിച്ചോളണം. ഉറുദു കുറച്ചൊക്കെ എനിക്കും അറിയൂ, ആലോചിച്ചോളണം. ഇബറിന് കയ്യും കാലം വെച്ചാ പേരോടില്ലാതിരുന്നു. ഞാൻ വെറുതെ പറയല്ല. പച്ചക്കള്ളം പറയാൻ, ആയത്തും ഹദീസും ഓതിക്കൊണ്ട് നുണ പറയാൻ ഇതുപോലത്തെ ഒരാൾ ഇതുപോലെ നമ്മൾ കണ്ടിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഇതെന്താ സംഭവം എന്നറിയോ? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രമിച്ച് ജനങ്ങളെ വഞ്ചിക്കുവാൻ വേണ്ടി ആരിഫ് ബറക്കാത്തി ശ്രമിച്ചു. എന്നാൽ നിശാൻ വിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കഥകളൊക്കെ സ്വാലിഹ് കാഫി എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നല്ലോണം പറഞ്ഞുതരാനാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന്റെ ബാക്കി സംസാരിക്കുന്ന ഭാഗവും കൂടിയിട്ട് आपको मजीद मुस्लिम का वो लाजिम जानते हैं. സ്വാലിഹ് സഖാഫി നിങ്ങൾ അറിയാലോ? സ്വാലിഹ് സഖാഫി ഞാൻ അറിയില്ല. മജീദ് മുസ്ലിയാർ അറിയാം. മജീദ് മുസ്ലിയാർ ഞാൻ അറിയും. മൂപ്പർ കണക്ഷൻ ഈ മജീദ് മുസ്ലിയാരുമായിട്ടാ. आपको मजीद मुस्लिम का वो लाजिम जानते हैं, जानेगा. हाँ ये सालिह सब स्टोरी मेरे को बता कर दे दिया. സ്വാലിഹ് സഖാഫി നിങ്ങളുടെ കഥകളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 3 മുടിയായിരുന്നു മർക്കസിലേക്ക് ആദ്യം വന്നത്. അതിൽ നിന്നുകൊണ്ട് ഒരു അറബി കൊണ്ടുപോയി അദ്ദേഹം സനദ് ആവശ്യപ്പെട്ടു. സനദ് കൊടുക്കാൻ കഴിഞ്ഞില്ല. പറയട്ടെ, एक शहर अबुधाबी में एक अरबी उसको जरूरी चाहिए बोलती, एक शहर उसको दे दिया था. वो मरकज से दे दिया. हाँ, बाद में सुन अभी वो अरबी अबुधाबी वाले अरबी कांदापुर उस्ताद को बोला उसको सनद भी चाहिए. अच्छा, वो सनद उसी टाइम देने के लिए नहीं था. ആ സമയത്ത് സനദ് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഉസീ ടൈം ദേനെ കെ ലിയേ നഹീ താ. ആ സമയത്ത് സനദ് കൊടുക്കാൻ കഴിഞ്ഞില്ല. അത് ആരിഫ് ബറക്കാത്തി സമ്മതിക്കുന്നു. അച്ഛാ, അതെ. मजीद मुस्लियार वो सद मुफस्सिल है ना. അതിന്റെ ശേഷം കുറച്ച് മുന്നോട്ട് സ്ഥിതി അതിന്റെ ശേഷം മജീദ് മുസ്ലിയാർ സനദ് മുഫസ്സിലായ സനദ് മുഫസ്സിലോന, ഇത് മുഫസ്സിലായ സനദ് അബ്ദുൽ മജീദ് മുസ്ലിയാർ അല്ലേ ഉണ്ടാക്കിയത്. അദ്ദേഹം അതും സമ്മതിക്കുകയാണ്. അതെ എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോളൂ. नहीं था. अच्छा, बाद में वो मजीद मुस्लियार वो सनद मुफस्सिल है ना, हाँ, कोई बनाया. अच्छा, कोई बनाया അദ്ദേഹം അതുണ്ടാക്കി. വൈബനായ, അദ്ദേഹം അതുണ്ടാക്കി. എന്നിട്ടതാ ഈ പറയുന്ന ആരിഫ് ബറക്കാത്തിയുടെ ശബ്ദമാണ് അപ്പുറത്ത് പതിഞ്ഞു കേൾക്കുന്നത്. അദ്ദേഹം പറയുന്നു, അച്ഛാ വൈബനായ ബഅ്ദിമേവോ അറബിക്കോ ദേ ദിയാദാ. എന്നിട്ടത് അറബിക്ക് കൊടുത്തു. അങ്ങനെ വ്യാജമായ സനദ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് നൽകിയത് എന്ന് ആരിഫ് ബറക്കാത്തി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ചെയ്തോളൂ. अरबी के दे दिया था. अच्छा, ഉറുദു കുറച്ചൊക്കെ എനിക്കും അറിയൂ, ആലോചിച്ചോളണം. എന്നാൽ ഇതേ ആരിഫ് ബറക്കാത്തി തന്നെ ശ്രദ്ധിച്ചോളൂ. ആരെങ്കിലും റെക്കോർഡ് ആക്കുന്നുണ്ടെങ്കിൽ റെക്കോർഡാക്കിക്കോളൂ. മറുപടി പറയാൻ ആരെങ്കിലും ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ മറുപടി പറഞ്ഞോളൂ. ഇതേ ആരിഫ് ബറക്കാത്തി തന്നെ തന്റെ കയ്യിൽ സനദുള്ള മുടിയുണ്ട്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹുവിലൂടെ കൈമാറ്റം ചെയ്തു വന്നതായ മുടിയുണ്ട്. അതുകൊണ്ട് ആ മുടി ഞാൻ കൊണ്ടുവന്നേക്കാ. നിങ്ങൾക്ക് തന്നതായ മുടി ഞാൻ തിരിച്ചു വാങ്ങിയേക്കാം. അത് പിന്നെ എന്തിനു പറഞ്ഞതാ? നിങ്ങൾ കൊണ്ടുവന്നതായ മുടിയുടെ ഒപ്പം സനദുണ്ടെങ്കിൽ ഈ വ്യാജ മുടിയുടെ സനദ് കൊടുത്തത് ഈ പറഞ്ഞതായ ആരിഫ് ബറക്കാത്തിയാണെങ്കിൽ
പിന്നെ എന്തിനാണ് നെഞ്ചിടിപ്പേറുന്നെങ്കിലും ശ്രദ്ധിച്ചോളൂ, അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. ക്ലാസ് റൂമിലൂടെ ആയിരക്കണക്കിന് ആളുകൾ ഇതിലോട്ട് കേട്ടുകൊണ്ടിരിക്കുകയാ. കാന്തപുരത്തിന്റെ കൂടാരത്തിനകത്ത് വെച്ചുകൊണ്ടുവരെ ഇത് കേൾക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇത് എല്ലാവിധ സകല സ്കീമുകളും അതിലംഘിച്ചുകൊണ്ട് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പുരസ്കാരം ബഹുമാനപ്പെട്ട നമ്മുടെ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രവർത്തകന്മാർ ഇത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വല്ലാതെ ക്ഷീണമായി കൊണ്ടിരിക്കുന്നു, വല്ലാത്ത ബേജാറായിപ്പോ. ഇത് ലോകമൊത്തം കേൾക്കല്ലേ, എല്ലാവരും അറിയല്ലേ, എല്ലാ അതിർവരമ്പുകളും അതിലംഘിച്ചുകൊണ്ട് വസ്തുതകൾക്കു കേട്ടോളൂ നിങ്ങൾ. അതാ ആരിഫ് ബറക്കാത്തി പറയുകയാണ്, എന്റെ കയ്യിൽ അനസ് റളിയല്ലാഹു തആല അൻഹുവിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നതായ മുടിയുണ്ട്, അത് ഞാൻ കൊണ്ടുവന്നേക്കാം, നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു വേണ്ട. അതൊന്ന് കേട്ടോളൂ. मेरी बात करिए अभी अभी काम करो, आप टेंशन में हो, बैठा इधर मेरे अब ऐसा कोई बात होगा ना, ऐसा कोई बात होगा ना, तुमने तो रखा है मेरे पास जो सारे मुबारक है ना, मेरे पास जो सारे मुबारक है वो हजरत अनस से लेकर समझ है से लेकर अभी तक पिताजी ना वो हैंड टू हैंड जो मिला है ना वो मतलब मेरे पास है. तो मेरे पास जो सारे मुबारक है वो सारे मुबारक एक में से बहुत सिले हुए. अगर ऐसा कोई बात है ना, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹുവിലൂടെ ഹാൻഡ് ടു ഹാൻഡ് കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നതായ, അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്നുകൊണ്ട് മറ്റൊരാളുടെ കയ്യിലേക്ക് അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നതായ രേഖയോട് കൂടിയതായ മുടി എന്റെ കയ്യിലുണ്ട്. അടുത്ത ക്ലിപ്പ് അങ്ങോട്ടിട്ടോടൂ. അദ്ദേഹം അതാ പറയുന്നു, നിങ്ങൾക്ക് തന്നായ മുടി ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളാം. ഇഖ്ബാൽ മുഹമ്മദ് ജാലിയ വാലയുടെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന് കാന്തപുരത്തിന്റെ കാരന്തൂരിൽ മർക്കസ് എന്ന് പറയുന്ന കൂടാരത്തിൽ സൂക്ഷിച്ച മുടി, അതിന്റെ ആധികാരികതയുടെ പേരിൽ കേരളക്കരയിൽ തർക്കമാണ്. അതിന്റെ പേരിൽ ഇനി ചാനലുകളിൽ ആകമാനം വാർത്തകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇഷാൻ മാഹി എന്ന് പറയുന്ന ഇവരുടെ ഇന്റർനെറ്റ് അവതാരകൻ വിളിച്ചുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് ഈ അവതാരകൻ അതിന്റെ വസ്തുത ബേജാറായിക്കൊണ്ട് ചോദിക്കുകയാണ്, ടെൻഷൻ അടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ആരിഫ് ബർക്കാത്തിയോട് ചോദിക്കുകയാണ്, മുടി കൊടുത്ത ആളറിക്കുന്നത് അദ്ദേഹം. അങ്ങനെ പ്രശ്നമാണെങ്കിൽ ആ മുടി ഞാൻ കൊണ്ടുപോയിട്ട് വേറെ മുടി കൊണ്ടുവന്നോളാ. അതിനർത്ഥം എന്താ? കൊണ്ടുവന്ന് നല്ലതാ പിന്നെയും കൊണ്ടുപോകാൻ വെക്കണോ? കൊണ്ടുവന്നത് നല്ലതാണെങ്കിൽ പേയും കൊണ്ടുപോകാൻ വെക്കണോ? പേരോട് അബ്ദുറഹ്മാൻ മൗലവി മനസ്സിലാക്കിക്കോ. പച്ചക്കളവ് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരാൻ നിന്നാൽ 4.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതായ ക്ലിപ്പുകളുടെ മാലപ്പടക്കം ഇൻഷാ അല്ലാഹ് പൊട്ടാനിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. 25-ാം തീയതി നിങ്ങൾ മലപ്പുറത്ത് പരിപാടി വെക്കുന്നു എന്നല്ല പറഞ്ഞത്, ടെസ്റ്റ് ഡോസ് തരാം, എന്നിട്ട് അതിലേക്ക് നമുക്ക് കടക്കാം. ഈ സംസാരം വിട്ടുപോകണ്ട. അദ്ദേഹം പറയട്ടെ, നിങ്ങൾക്ക് തന്നതായ മുടി ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളാം. നിങ്ങൾക്ക് ആ പ്രശ്നമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ പറയിപ്പിക്കുന്നത്? തെറ്റ് പറ്റിയെങ്കിൽ സമ്മതിച്ചേക്കുക. കളി നിർത്താൻ ഒരുക്കമല്ലെങ്കിൽ കളി നിർത്തിക്കേണ്ടി വരും. തോളൂ, ഒന്ന് സൗകര്യം ചെയ്ത് കൊടുക്കണേ. किसी वैसा भी लगता है कि हुजूर मावल्ला आपके हुजूर का वो सारे मुबारक नहीं है, तो कोई बात नहीं, वो सारे मुबारक जो है वापस ले लूंगा. तो मेरे सारे सारे मुबारक है, मैं दूंगा मरकज को. आपके पास अभी कितना बोला? बताएंगे आपके पास कितना बोला अभी? मेरे पास सारे मुबारक जो है ना പറഞ്ഞു, നിങ്ങൾക്ക് കൊണ്ടുവന്നതായ മുടിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വാപസ്കാരോ, ഞാനത് തിരിച്ചു കൊണ്ടുപോയേക്കാം, ഞാനത് മടക്കിക്കൊണ്ടുപോയേക്കാം, ഞാനത് തിരിച്ചു കൊണ്ടുപോയിട്ട് നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹുവിലൂടെ ഹാൻഡ് ടു ഹാൻഡ് കൈമാറം ചെയ്യപ്പെട്ട് വന്നതായ മുടി ഞാൻ കൊണ്ടുവന്നേക്കാം എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഒന്ന് ശ്രദ്ധിച്ചോളൂ. എന്നിട്ട് ഇതിന്റെ ആധികാരികത അന്വേഷിക്കുവാൻ വേണ്ടി ഈ പറഞ്ഞ അവിടെ ഞങ്ങൾക്ക് കിട്ടിയതാണോ എന്ന് നോക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ പോയി. അദ്ദേഹത്തിന് 18 മുടി കിട്ടി. സമയക്കുറവ് കൊണ്ട് അതിന്റെ സീഡികളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. സീഡികൾ വാങ്ങിയിട്ട് കേൾക്കുക. നമുക്ക് ആ 2.5 മണിക്കൂർ ഇവിടെ വെച്ചുകൊണ്ട് അവതരിപ്പിക്കാനുള്ള സമയം ഒന്നുമില്ല. വെറുതെ മറ്റുള്ളവർ കളിക്കുന്നത് പോലെ ഇട്ട ക്ലിപ്പ് തന്നെ ഇട്ട് കളിക്കേണ്ടതായ ഗതികേട് അതും നമുക്കില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മുടി അദ്ദേഹത്തിന് കിട്ടിയതിനെ നിഷേധിച്ചുകൊണ്ടതാ സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ മൗലവി കടന്നു വരുന്നു. വരട്ടെ മൂപ്പര്. ഇനി എന്താ അടുത്ത തെളിവെന്നറിയോ? പൊന്മൾ ഉസ്താദ് ഇന്നാലില്ലായോ ഇന്നാലിലേക്ക് രാജു എന്ന് പറഞ്ഞ ഷെഹറൂബാർക്ക് ഒറിജിനലാണുള്ള തെളിവ് ഇന്നാലില്ലായോ ഇന്നാലിലേക്ക് രാജു എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ
നിക്ക്. എന്താ സംഭവം എന്നറിയോ? ഈ വ്യാജ മുടിയുമായി ജിഷാന് കിട്ടിയതായ 18 മുടിയും കൊണ്ട് ഇദ്ദേഹം പൊന്മള ഉസ്താദിന്റെ അടുക്കലേക്ക് പോയി. അന്നപ്പോ ഈ വ്യാജമുടി അങ്ങോട്ട് കണ്ടപ്പോ എന്നിട്ട് ഇയാൾ പറയുന്നത് എന്താ? വ്യാജമുടി ഒറിജിനലാണ് എന്നതിന്റെ തെളിവ്, വ്യാജമുടി ഒറിജിനലാണ് എന്നതിന്റെ തെളിവ് അല്ല, പിന്നെ ഈ ഇഷാറ മുബാറക്കാണ് എന്നതിന്റെ തെളിവ് ഈ പൊന്മള ഉസ്താദ് എന്ന് പറഞ്ഞിട്ടാണ് എന്നാണ് അയാൾ പറയുന്നത് എന്ന് കേട്ടോളൂ. ഇനി എന്താ അടുത്ത തെളിവ് തരുമോ? പൊന്മള ഉസ്താദ് ഞാനില്ലായോ ഇന്നായിലേക്ക് രാജു എന്ന് പറഞ്ഞു. ഷെഹറുബാർക്ക് ഒറിജിനലാണ് തെളിവ്, ഇന്നാലില്ലായോ ഇന്നായിലേക്ക് രാജു എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചേ ഇനി ആരും ഇന്നാലില്ല പറയുന്നത് കേട്ടോ. ഉസ്താദിന്റെ മുമ്പിൽ കിട്ടി 18 മുടികൾ ഞാൻ തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കുകയും ഉസ്താദ് ഇതൊക്കെയാണ് നടന്നെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് ആദ്യം പറഞ്ഞ വാചകം ഞാനിപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങിക്കേൾക്കുന്നു, ഇന്നാലിലേക്ക് രാജ്യവും. കാരണം ഇവരിങ്ങനെ ഒരു പിന്നൊക്കെ ഇറങ്ങിയല്ലോ പക്ഷേ ഇനി ഇവരെന്തെല്ലാം തെറ്റിനെ ഉണ്ടാക്കുക. ഇന്നാലില്ലായോ ഇന്നായിലേക്ക് രാജു പറഞ്ഞു. അങ്ങനെ ഉസ്താദ് പറഞ്ഞു, നിഷാനെ ഈ വിഷയത്തെ സംബന്ധിച്ച് നീ പുറത്താരോടും തൽക്കാലം പറയേണ്ടതില്ല, അത് മനസ്സിലാക്കി. കാരണം ഞാനൊരു സാധാരണക്കാരനാണ്. ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഇയാളെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ റെഫർ ചെയ്യാനുള്ളത് ആ സീഡി തന്നെ നിങ്ങൾ കേൾക്കണം. ഞങ്ങളൊന്നും പറയണ്ട. ഒന്ന് നിഷ്പക്ഷമായി അല്ലാഹു തആല നല്ലതാക്കി പറയും. ആർക്കും പണയം വെച്ചിട്ടില്ലെങ്കിൽ ഇത് തന്നെ നേരിട്ട് കേട്ടാൽ അതുപോലെ മറുപടിയുടെ ശൈലി കിട്ടില്ലേ? ഇന്നല്ലാഹി ഇന്നലി റോജു എന്ന് പറഞ്ഞാൽ ഇതൊക്കെയോട് ഞാനോ പറയുന്നുണ്ടോ അവിടെ ഇങ്ങനെ നേരം പോക്കാൻ ആർക്കാ കഴിയാത്ത? ഏത് പൊട്ടനും പറ്റൂലേ? പോട്ടെ, മനസ്സിലാക്കി. കാരണം ഞാനൊരു സാധാരണക്കാരനാണ്. പണ്ഡിതന്മാരെ ഈ വിഷയം ധരിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമേ അന്ന് എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴാ ഉത്തരവാദിത്തം മാറി. പുറത്താരും പറയണ്ടതല്ലേ പറഞ്ഞു. ഒരു ഹക്കാണെങ്കിൽ പറയണമെന്നല്ലേ ഒരു മുസ്ലിം പറയാ? എന്റെ അടുത്ത് വന്ന കഥ കേട്ടോടി കഴിഞ്ഞോ? ഇങ്ങനെ ഇട്ട് പോവാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ള അവസാനം പറയാം. അന്ന് ബഹുമാനപ്പെട്ട കുമ്മോളി ഉസ്താദ് ഒരു ഭാഗത്തിങ്ങനെ ഉസ്താദിന്റെ വേറെ ഉസ്താദിന്റെ മേശയ്ക്ക് ചുറ്റുഭാഗത്തായിട്ട് നിൽക്കുകയാണ്. ഞാൻ അവിടെ ഇങ്ങനെ ഒരു ഭാഗത്തിങ്ങനെ നിൽക്കുകയാണ്. വേറെ ഉസ്താദ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, നിഷാനെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു കാര്യം ചെയ്യാം, നീ ഇപ്പൊ തൽക്കാലം പൊതുസമൂഹത്തിൽ ഈ വിഷയം നീ ആരോടും പറയേണ്ടതില്ല. കാരണം പറഞ്ഞാൽ അത് വലിയ ഫിത്നയ്ക്ക് കാരണമാകും, സുന്നത്തെ ജമാഅത്തിലെ കെട്ടുറപ്പിന് ബാധിക്കും എന്ന് മനസ്സിലാക്കി ഉസ്താദിന്റെ ആ മഹത്തായ ഉപദേശം ഞാനത് ശിരസാവഹിച്ചുകൊണ്ട് തന്നെ 100% ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ശിരസമെന്ന് പോക്കിയത് ശിരസ വായിച്ചിട്ട് പിന്നെ അതിനാ പൊക്കിയത്. ഞാനാ പറഞ്ഞ സ്ഥലത്തിന് നിന്നാ പോരായിരുന്നോ? അത് സമൂഹം മൂപ്പര് പറയുന്നത് കേട്ടിട്ട് മൂപ്പര് പറയുന്ന നുണയൊക്കെ അംഗീകരിച്ചും കാണിട്ട് മൂപ്പരെ കീഴിൽ നിൽക്കേണ്ടിയിരുന്നു. ഇവരുടെ നിലപാട് എന്താണ്? എന്നിട്ട് അദ്ദേഹം സംസാരിക്കുന്ന ബാക്കി കൂടി കേട്ടോളൂ. യാതൊന്നും വിശദീകരിച്ചു കൊടുക്കുക. ഇതൊക്കെ എന്നിട്ട് പറയാം, അതിനൊക്കെ ഞങ്ങൾ മറുപടി പറഞ്ഞില്ലേ? ജിഷാന്റെ ചെടിക്ക് ഞങ്ങൾ മറുപടി. എന്താ മറുപടി? കേട്ടോളൂ, തുടരട്ടെ. ഞാനാ പറഞ്ഞ സ്ഥലത്തിന് നിന്നാ പോരായിരുന്നോ? അത് സമൂഹത്തിൽ ഫിത്ന എന്തിനല്ലേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? ഇനി ഇയാള് പറയാണ് എസ്കക്കാരനൊരു കമന്റ് ഉണ്ട്, അതടക്കമെന്ന് കേട്ടോളൂ. എല്ലാ വിഷയങ്ങൾക്കും സൂക്ഷ്മത പാലിക്കുന്ന പേരോടുത്താതെ ഈ മുടികൾ തുറന്നു നോക്കാൻ പോലും തയ്യാറായില്ല. സത്യത്തിൽ പൊന്മളത്താതെ മുടികൾ തുറന്നു നോക്കുകയും അതിന്റെ വിഷയങ്ങൾ അന്വേഷിക്കുകയും ചെയ്തെങ്കിൽ ഈ ഞാൻ ഉസ്താദിനോട് വേറൊരുസ്ഥാനം ചോദിച്ചിരുന്നു, ഉസ്താദെ ഞാനിതൊന്നും തുറന്നേരത്തെ. ഉസ്താദൊന്നും തുറക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറ മുബാറക്ക് കൊണ്ടുവന്നിട്ട് കൺമുമ്പിൽ തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കുമ്പോ കാണിക്കണ്ട എന്ന് വല്ലവരും പറയുമോ? ചിന്തിക്കേണ്ടവർ, അത് ഉൾക്കൊള്ളേണ്ടവർ. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദും പേരോ ഉസ്താദും ഞാൻ അവരുടെ സ്വകാര്യ റൂമിൽ പോയി 18 മുടികൾ കാണിച്ചിട്ടും അവർക്ക് അതിൽ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ, അത് ഷാറ മുബാറക്കാണെന്ന് വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ, അത് ഷാറ മുബാറക്കാണ് തിരുകേശമാണെന്ന് അംഗീകരിക്കാത്ത എന്റെ കയ്യിൽ നിന്ന് അവരത് വാങ്ങിവെക്കുമായിരുന്നു. പക്ഷെ അവര് ഒരിക്കലും അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, അത് ആ നിലയ്ക്ക് അതിനെ സ്വീകരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് അവര് പോലും ഷാറ മുബാറക്കായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു പരമാർത്ഥം, ഒരു സത്യസന്ധമായ ഒരു അവസ്ഥ എന്റെ കണ്ണുകൊണ്ട് അവിടെ കണ്ടു. ഇത്രയൊക്കെ ആയിട്ട് മുടിവെള്ളം കുടിച്ച് അന്തത്തിന്റെ അന്തസത്ത നഷ്ടപ്പെടുത്തിയ എസ്എസ്എഫുകാര ഒറ്റപ്പെടുന്നതിന്റെ മുമ്പ് രക്ഷപ്പെട്ടോ? ഇത് നിഷേധിക്കാൻ ഇൻഷാ അല്ലാഹ് പേരോട് ഉസ്താദിനെ പോലെ സത്യസന്ധനായ ഒരു പണ്ഡിതൻ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ എന്താ ഈ കമന്റ് കഴിഞ്ഞിട്ട് മറ്റോ പറഞ്ഞു ഞാൻ സത്യസന്ധനാണ്, വേഗം രക്ഷപ്പെട്ടോ? സത്യസന്ധനായ ഒരു പണ്ഡിതനാണ് പിന്നെയും പറയാണ്. കാരണം മനസ്സിന്റെ ഉള്ളിലുള്ള ആ വിഷയം നീക്കി കഴിഞ്ഞില്ല.
എന്നാലേ ആ വണ്ടി ആ സ്റ്റേഷനൊക്കെ പോയിക്കുന്ന പേരോടെ വണ്ടി അവിടെ വിട്ടിട്ടുണ്ട്. കാരണം ഓരോരുത്തർക്കും പരിധിയുണ്ട്, ഒരു പരിധിയുണ്ട്. നിങ്ങൾ പറയുന്നു അദ്ദേഹത്തിന് മുടി കിട്ടിയിട്ടില്ല, നിങ്ങളെക്കുറിച്ച് കൊണ്ട് കൂടുതൽ പഠിക്കേണ്ടതായി ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ഒരുപാട് പാവപ്പെട്ട എന്റെ സഹോദര പ്രസ്ഥാനത്തിൽ അംഗങ്ങളുണ്ടാകും. സുന്നത്ത് ജമാഅത്ത് അതിൽ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. ഞങ്ങൾക്ക് അവരോട് സഹതാപമുണ്ട്. നിങ്ങൾ വിഷയം പഠിക്കണം. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തെളിവ് വേണമെങ്കിലും ഞങ്ങൾക്ക് തരാം. ഞങ്ങൾ ഇതൊരു സംഘടനാപരമായ വിഷയമായിട്ടല്ല കാണുന്നത്, ഒരു മുസ്ലിമിന്റെ വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി, ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി സമീപിച്ചോളൂ. ഞങ്ങൾ അതിന് വേണ്ടതായ എല്ലാ രേഖകളും തരാൻ സജ്ജമാണ്. ഇവരുടെ നേതാക്കന്മാര് പറഞ്ഞ നുണകളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് കൂട്ടിക്കഴിഞ്ഞ് നോക്കുക. കൂടുതലൊന്നും പറയാനില്ല. ഈ പ്രവർത്തകൻ ഇറക്കിയതായ ആ ജിഷാൻ മാഹി എന്ന് പറയുന്ന ഇവരുടെ ഇന്റർനെറ്റ് അവതാരകൻ ഇറക്കിയതായ സീഡിയും പേരോട് അബ്ദുറഹ്മാൻ സഖാഫ് ഇറക്കിയതായ സീഡിയും നിങ്ങൾ ഇങ്ങനെ ഒന്നും കൂടി കേൾക്കുക. എന്നിട്ട് ഇങ്ങനെ ഇതിന് മറുപടി അയക്കുന്നു. അപ്പത്തെ മറുപടി ഉണ്ടോ എന്നല്ലോണം എന്താവുക, ഒന്നങ്ങോട്ട് നല്ലോണം ഇരുന്നിട്ട് ചിന്തിക്കുക. വെള്ളം കുടിച്ചോലാണെങ്കിൽ അതിനൊക്കെ ഒന്ന് തൗബ ചെയ്തിട്ടിരുന്നാലേ ആ തലന്റെ ബുദ്ധി നല്ലോണം ഒന്നും കൊണ്ട് തെളിഞ്ഞു കിട്ടൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധി തെളിയിച്ചു കൊടുക്കുമാറാവട്ടെ. ഇരിക്കട്ടെ, അയാൾ പറയുന്നത് കേട്ടോളൂ. അതേ സമയത്ത് എസ്കന്റെ ഭാഗത്ത് സത്യസന്ധനായ ഒരാളും ഇല്ലാതെ ഇപ്പോഴും നിങ്ങൾ ഈ കേൾപ്പിക്കുന്ന സീഡിക്കാരനും വിശ്വസിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ എസ്കക്കാർക്ക് നല്ലത്. വിഷയം പറഞ്ഞ് ഞങ്ങൾ മനസ്സിലായോ? ഞാനത് തിരിഞ്ഞെന്ന് നോക്കിയില്ല. എന്തുകൊണ്ടാണ് തിരിഞ്ഞു വെക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് കഴിച്ചു വെക്കാതിരുന്നത്? പൊന്മുടസ്ഥാനത്തോടാണ് സ്വീകരിച്ച് വെക്കാതിരുന്നത്? 18 മുടിയും കൊണ്ട് ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യൻ അയാളത് അംഗീകരിക്കുന്നില്ല. അത് ഷെഹറുബാർക്ക് അയാൾക്ക് വാദവുമില്ല, ഷെഹറുബാർക്കാന്ന് വിശ്വസിക്കുന്നുമില്ല. ഷെഹറുബാർക്കാന്ന് വിശ്വസിക്കാത്തൊരു മുടിയും കൊണ്ടൊരുത്തം വന്നിട്ട് ഇതിങ്ങൾ വാങ്ങിയാൽ എപ്പോഴും തന്നെ ഞങ്ങൾ വാങ്ങിയേക്കോ? ഇവൻ തന്നെ പറയുന്നത് ഷെഹറുബാർക്കല്ല, ഷെഹറുബാർക്കാണ് എന്ന് പറഞ്ഞിട്ടല്ല തരുന്നത്. ഇത് ഷെഹറുബാർക്കല്ല എന്ന് പറഞ്ഞിട്ടാ അത് വാങ്ങിയിട്ട് ആവശ്യം. ഞങ്ങൾക്ക് എന്താ ബാർബർ ഷാപ്പിന്റെ വീട്ടിൽ എത്ര മുടി ഉണ്ടാവും? ഇയാളെ വ്യാജമുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉന്നയിക്കുന്നതായ വിഷയത്തിന് പറയുന്ന ഓരോ മറുപടി ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ ഞങ്ങൾ ചോദിക്കുന്നതാ, നിങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ എങ്ങനെ വാങ്ങിയേക്കാന്? ബാർബർ ഷോപ്പിൽ ഉണ്ടാവില്ല മുടി. നിങ്ങൾ ജിഷാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാ മുടി കൊണ്ടുവന്നപ്പോ അതിനെ എതിർത്തില്ല. ഇദ്ദേഹം സീഡി ഇറക്കുന്നത് വരെ അതിനെതിരെ കാണാൻ വേണ്ടിയിട്ടില്ല. ഇരിക്കട്ടെ, ഇതൊക്കെ എന്നാണ് ഹലാലായത്, എന്നാ ഹറാമായത് പറയണം നിങ്ങൾ. പോവട്ടെ, വാങ്ങിയേക്കട്ടെ ആവശ്യം. ഞങ്ങൾക്ക് ബാർബർ ഷാപ്പിന്റെ വീട്ടിൽ എത്ര മുടി ഉണ്ടാവും? ഇവൻ ഇത്ര ബുദ്ധിയില്ലാതായി പോയല്ലോ എന്ന് മനസ്സിലായി. ഇത്തരണ്ടാക്കണ്ട എന്നുള്ള ആൾക്ക് നീ ആരോടും പറയണ്ടെന്ന് പറഞ്ഞ് എന്നെ തിരിച്ചയക്കുകയാണ് ഇവന് മനസ്സിലായിക്കൂടെ? എന്നുള്ള ബുദ്ധി ഉണ്ടായില്ല. അവന് ബുദ്ധിയില്ലാത്തതിൽ എല്ലാവർക്കും വിഷമം. ഇതിട്ട് കേൾപ്പിച്ച എസ്കെക്കാരന്റെ ബുദ്ധി ഉണ്ടായില്ല. ഞമ്മക്ക് ബുദ്ധിയില്ല എന്നും പറഞ്ഞിട്ട് പേരോടിന്റെ ഒരു സങ്കടം നോക്കി. എന്നിട്ടോ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇദ്ദേഹത്തിന് 18 എടുക്കട്ടെ, ഒരൊറ്റ മുടി ജാലിയൻവാല ഇദ്ദേഹത്തിന് കൈമാറി എന്നതിന് ഒരു തെളിവും ഇല്ല. ഇതെന്താ സംഭവം എന്നറിയോ? കുറ്റാടിയിലെ മൂപ്പരെ കുറച്ച് കുട്ടികൾ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇത് ജനങ്ങൾ മുമ്പെന്ന് പറയാൻ പറ്റൂലേ? എന്നിട്ട് മൂപ്പര് പറയുന്നത് നിങ്ങൾ പരസ്യമായിട്ടൊന്നും ഇടരുത്, പരന്റെ ഉള്ളിൽ കുത്തിരുന്ന് കാണണം. മൂപ്പരെ വസിയത്തുണ്ട്. ഇരിക്കട്ടെ, ഇങ്ങനെ കുറച്ച് ഈ സ്വന്തം കുട്ടികളെ വെച്ചും കാണിട്ട് ഇതിൽ തിന്നതിന്റെ ഒരു തന്നിണ്ടാവുമല്ലോ, അതിങ്ങനെ മൂപ്പര് ഊന്നി പറയുമ്പോൾ ഒരു തക്കിബീറുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചു വേണ്ട, ഈ ശൈലിയൊക്കെ ശ്രദ്ധിച്ചോളൂ. എന്നിട്ടതാ അദ്ദേഹം പറയുന്നു, ഈ ഇഖ്ബാൽ ജാലിയൻവാല ജീവിച്ചിരിപ്പില്ലേ? ജാലിയൻവാലിനെ വിളിച്ച് ചോദിച്ചിട്ട് അതിന്റെ ക്ലിപ്പല്ല അയാൾ ഇടുന്നത്. ഈ മുടി ജിഷാൻ മാഹി എന്ന് പറയുന്ന അവരുടെ ഇന്റർനെറ്റ് അവതാരകൻ അവതരിപ്പിച്ചതായ നസീർ അസ്സരിയുടെ ക്ലിപ്പല്ല ഇടുന്നത്. അതുപോലെ തന്നെ ബഷീർ ബാക്കറിയുടെ ക്ലിപ്പല്ല ഇടുന്നത്. വ്യാജമായി കൊണ്ട് സമർപ്പിക്കുന്നതായ മുടിക്ക് വേണ്ടി ചില പൊറാട്ട നാടകങ്ങൾ കളിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫി നമ്മുടെ വേദിയിലേക്ക് ഏതാനും സമയങ്ങൾക്കും കടന്നു വരും. നമ്മുടെ നാട്ടിലെത്തിയിട്ട് വിഷയത്തിന് മാറണ്ട, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഈ വിഷയം ഒന്ന് കേട്ടോളൂ, പേരോട് തന്നെ തുടരട്ടെ. ഇദ്ദേഹത്തിന് കൈമാറി എന്നതിന് ഒരു തെളിവും ഇല്ല. ഞാൻ വിളിച്ചു നെല്ലിക്കുന്ന്, കാസർഗോഡ് നെല്ലിക്കുന്ന് മുഹമ്മദ്. അദ്ദേഹം ജാലിയൻവാലയുമായും അദ്ദേഹത്തിന്റെ മകനുമായും നല്ല ബന്ധമുള്ള ആളാണ്. ഞാനതിനെ വിളിച്ചു. എന്നോട് അദ്ദേഹം പറഞ്ഞു, ഈ നെല്ലിക്കുന്ന് മുഹമ്മദ് പറയുന്നത് ജിഷാൻ മുടി കൊടുത്തിട്ടില്ല എന്നാണ്. ജിഷാൻ പറയുന്നതോ, ഞാൻ ഇഖ്ബാൽ മുഹമ്മദ് ജാലിയൻവാലയുടെ അടുക്കൽ ജിഷാൻ എന്ന പേര് പറഞ്ഞിട്ടില്ല, എന്റെ പേര് മുഹമ്മദ് ആണ് എന്നാണ് പറഞ്ഞത് എന്ന് ജിഷാൻ പറയുന്നു.
ഇയാൾ പച്ചക്കള പറയാൻ വേണ്ടി അള്ളാന്റെ റസൂലിന്റെ മേല് നുണ പറയാൻ പറഞ്ഞോല്, അതിന്റെ ഇറങ്ങി പുറപ്പെട്ടോല് ജാലിയാവാലിന്റെ മേല് നുണ പറയുന്നത് എന്ത് പ്രശ്നം? അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ നുണ പറഞ്ഞുകൊണ്ട് ആളുകളെ മുഴുവനും പറ്റിച്ചതായ പൊന്മളക്കാരന് സ്വന്തം ഉമ്മയുടെ മേൽ കളവ് പറയുന്നതിന് എന്ത് പ്രശ്നം? അങ്ങനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, ഇദ്ദേഹത്തിന് മുടി കിട്ടിയത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ശരിവെക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ വരട്ടെ, കുമ്മോളി ഇബ്രാഹിം സഖാഫി ശരിവെക്കുന്നുണ്ടല്ലോ. പേരോട് തന്നെ അദ്ദേഹം കൊണ്ടുവന്നതായ മുടി തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? മുടി കൊണ്ടുവന്നില്ല, പിന്നെ എങ്ങനെ തിരിഞ്ഞു നോക്കുക? മുടി കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നോക്കുകയും നോക്കാതിരിക്കലുമൊക്കെ ആ കൊണ്ടുവന്ന മുടിയുമായി ബന്ധപ്പെട്ടല്ലേ? നോണ പറയുമ്പം ഒന്ന് ആലോചിച്ച് പറയും. ഇല്ലെങ്കിൽ പോലെ അർത്ഥങ്ങളിൽ തന്നെ കുടുങ്ങി നിൽക്കുക തന്നെ ചെയ്യും. അപ്പൊ ഒന്നുമില്ല, അങ്ങോട്ട് വരികയാണ്, പ്രശ്നമില്ല. അപ്പൊ ഈ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും അതുപോലെ തന്നെ ഇവരുമൊക്കെ ഈ മുടി കിട്ടിയതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടക്ക് ഒന്നുകൂടി കേട്ടോളൂ. ഇവരുടെ സ്വഭാവം എന്താണെന്നറിയോ? ഇവരുടെ സ്വഭാവം കുമ്മോളി, ഇവരുടെ സ്വഭാവം ഈ പറയുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സ്ഥാപനം ഉണ്ടാക്കിയ കാലഘട്ടം മുതൽ അവിടെ മുതലീസായ കുമ്മോളി ഇബ്രാഹിം സഖാഫി പറയുന്നു, നിങ്ങളൊന്ന് പുറത്ത് പറയരുത്, പുറത്ത് പറഞ്ഞാൽ ഞാൻ നിഷേധിക്കും. അതാണ് കളി. ഇതൊക്കെ ഉള്ളിന് വേറൊരു ഗെയിം, പുറത്ത് വേറൊരു ഗെയിം. ഇതിന് തന്നെയാണ് മക്കളെ നിഫാഖ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നവർക്ക് തന്നെയാണ് മുനാഫിഖ് എന്ന് പറയുന്നതും. എന്നോട് അദ്ദേഹം പറഞ്ഞു, ജാലിയാവാല പറയുന്നു. 15 ബി സമയം കുറവുണ്ട്, കുറച്ച് ക്ലിപ്പ് അത് ശരിയാണെന്ന് പറഞ്ഞാൽ മതി. എന്റെ അഭിപ്രായം സുഖാരിയാണ്. ഞാൻ ചിലപ്പോൾ ഇപ്പൊ സുഖാര്യങ്ങൾ ഒരിക്കലും പുറത്തു വരാൻ പാടില്ലല്ലോ. സ്വകാര്യാണ്, ഞാൻ ചിലപ്പോ നിഷേധിക്കട്ടോ. സ്വകാര്യങ്ങൾ ഒരിക്കലും പുറത്തു പറയാൻ പാടില്ലല്ലോ. ഇങ്ങനെ ഉള്ളിൽ പറഞ്ഞ കുറെ സംഭവങ്ങളുണ്ട്. അങ്ങനെ പുറത്തു പറഞ്ഞതായ ഒരുപാട് സംഭവങ്ങൾ ഇരിക്കട്ടെ. ഈ പറഞ്ഞതായ മുടി ഷഹറെ മുബാറക്കാണ് എന്ന് വിശ്വാസമില്ലാത്തതിന്റെ പേരിലാണ് ഇഷാനിൽ നിന്നുകൊണ്ട് വാങ്ങിവെക്കാത്തത് എന്ന് വാദിക്കുന്ന പേരോട് അബ്ദുറഹ്മാൻ മൗലവി. എന്നാൽ പിന്നെ എന്തിനായിരുന്നു ഞങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ നേതൃത്വത്തിൽ അവിടെ പോയി 7 മുടി 5500 രൂപ മുടക്കിക്കൊണ്ട് വന്നപ്പോ അതിനെ പിടിച്ചു വാങ്ങാൻ നിങ്ങൾ എന്തിനായിരുന്നു വന്നത്? അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ എന്തിനായിരുന്നു മെനക്കെട്ടത്? ഷഹർ മുബാറക്കല്ലാത്ത സാധനം മുബാറക്കാണെന്ന് വിശ്വസിക്കാത്ത ഞങ്ങളുടെ കയ്യിൽ നിന്നുകൊണ്ട്, ഷഹർ മുബാറക്ക് ആണ് എന്ന് വാദിക്കാത്ത ഞങ്ങളുടെ കയ്യിൽ നിന്നുകൊണ്ട് എന്തിനാ വാങ്ങിയത്? ഇഷാരങ്ങനെ വാദമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ തിരിഞ്ഞു നോക്കാതിരുന്നത് എന്ന് പറയുന്നതായ മൗലവി. ഒന്ന് കേട്ടോളൂ. നമുക്ക് കിട്ടിയതായ അതേ സ്ഥലത്ത് നിന്ന് തന്നെ മുടി കൊണ്ടുവന്നപ്പോ സാക്ഷാൽ കേശ സൂക്ഷിപ്പുകാരന്റെ ചീഫ് അദ്ദേഹം സംസാരിക്കട്ടെ. ലോങ് ക്ലിപ്പ്. മർക്കസുന്നയിൽ 6 കൊല്ലം മുമ്പ് ലഭിച്ച ഷഹർ മുബാറക്ക് എവിടുന്നാണോ എനിക്ക് കിട്ടിയത് അവിടെ പോയിട്ട് ഇവരും വാങ്ങി. വാങ്ങിയത് ഞങ്ങൾക്ക് ചെമ്മാട് ദാറുൽഹുദ എന്ന സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആ സ്ഥാപനത്തിന്റെ കുട്ടികളെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ തൊട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ ഇതിന്റെ മുകളിൽ ഞങ്ങളൊരു കുപ്പയുണ്ടാക്കും. ഗ്ലാസ് വെച്ചിട്ട് നല്ല കുപ്പയുണ്ടാക്കി അതിൽ ഞങ്ങൾ സൂക്ഷിക്കും. നിങ്ങളുടെ പേര് അവിടെ എഴുതും. എന്നിട്ട് ഖിയാമത്ത് വരെ നിങ്ങൾക്ക് ദുആ കിട്ടും. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊന്ന് റസൂലുള്ളാഹിന്റെ ഷഹർ മുബാറക്ക് തരണമെന്ന് കേരളപ്രേക്ഷിച്ചപ്പോൾ എനിക്ക് തന്ന ആൾ അവർക്കും കൊടുത്തു. അദ്ദേഹമാവട്ടെ ഇരിക്കട്ടെ, മതി, ഇതൊക്കെ നിങ്ങൾ കരുതായിരുന്നു. ഇദ്ദേഹത്തിൽ നിന്നുകൊണ്ട് നമ്മളിലേക്ക് മുടി വന്നപ്പോ അതിനെതിരെ ഇവർ നടത്തിയതായ പ്രവർത്തനങ്ങളും ഷഹർ മുബാറക്കല്ലാത്തൊരു സാധനം കൊണ്ടുവന്ന് നിന്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലിപ്പിൽ തന്നെ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. സമയക്കുറവ് കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന് വേണ്ടി വഴിമാറേണ്ടത് കൊണ്ടും ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. പറയട്ടെ, ഇദ്ദേഹത്തിന്റെ മുടി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയണം. ആ മുടി കൊണ്ടുവന്നു എന്നതിന് സാക്ഷിയായിക്കൊണ്ട് ഇഷാൻ അവതരിപ്പിച്ചതായ 2 സാക്ഷികൾ, ഒന്ന് നസീർ സരി എന്ന് പറയുന്ന അവരുടെ തന്നെ പ്രവർത്തകൻ, മറ്റൊന്ന്
അബ്ദുൽ ബഷീർ ബാക്കവി എന്ന് പറയുന്ന ബോംബെയിൽ ജോലി ചെയ്യുന്ന പ്രവർത്തകൻ രണ്ടാളെയും കെട്ടിക്കാൻ സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നിന്നിട്ടില്ല. ഇരിക്കട്ടെ, ഇയാൾ എന്നും നെഞ്ചിരിപ്പോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന 4.5 മണിക്കൂർ CD ഉണ്ടല്ലോ പേരോട് മൗലവി, അതിലൊന്നും നിങ്ങൾക്ക് മുടി കിട്ടിയിട്ടില്ല ഇന്നല്ലല്ലോ പറയുന്നത്. ഈ രഹസ്യങ്ങളൊന്നും പുറത്തറിയാൻ പാടില്ല എന്നല്ലേ? നിഷേധിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നിഷേധിക്ക്. ഈ രഹസ്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കുറെ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വഅല് പറഞ്ഞു പോയി എന്നല്ലാതെ ഈ സത്യമേ പറയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാലഘട്ടം അത്രയും മുടി കൈമാറ്റം ചെയ്തുകൊണ്ട് 2011 മുതൽ 2013 വരെ 2.5 വർഷക്കാലം ഈ ജിഷാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ മുടി ഹാജരാക്കിയിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിൽ. ഇനിയും എന്തിനാണോ അദ്ദേഹം വ്യാജനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം കളവ് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നാലുകൾ കൂടിയത്, അദ്ദേഹത്തിന്റെ നിക്കാഹ് ചെയ്യുവാൻ എന്തിനാണ് ഈ പേരോട് റഹ്മാനുള്ളി പോയത്? ഇരിക്കട്ടെ, കുമ്മോളെ ഇബ്രാഹിം സഖാഫി എന്തിനാണ് ഈ നുണവ് പറയുന്നു എന്ന് നിങ്ങൾ പറയുന്ന ജിഷാന്റെ കല്യാണത്തിൽ പങ്കെടുത്തത്? ഇരിക്കട്ടെ, അലവി സഖാഫി എന്തിനാ പങ്കെടുത്തത്? ഇതുപോലെയുള്ള ഒരുപാട് നേതാക്കന്മാർ നിങ്ങൾ പറയുന്ന ആ ചെറുപ്പക്കാരന്റെ കല്യാണത്തിന് പങ്കെടുത്തിട്ടില്ലേ? ഞങ്ങൾ എന്തിനെ പറയുന്നു എന്ന് ചോദിച്ചാൽ ഒക്കെ സത്യമാണ് എന്നതിന് അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിത്തീർന്ന പാളയത്തിലെ പടയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടന്നു പോകാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവർ ഒരുപാട് വിവിധവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എസ്എഫിന്റെ കുട്ടികൾ ഇപ്പോഴും ചോദിക്കുന്നതായ ചോദ്യമുണ്ട് ലോക ആസാറുകളെ കുറിച്ചുകൊണ്ട്. അവസാനമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷിപ്പുകൾ ലോകത്തെവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അതിന്റെ കൈമാറ്റ ശകലയുണ്ടാകും. അതല്ലെങ്കിൽ ചരിത്രപരമായ രേഖയുണ്ടാകും. അതുമല്ലെങ്കിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടാകുന്ന ഖുസൂസിയത്തുകൾ ഉണ്ടാകും. എന്നാൽ ഇവർ വൈജിസത്തിനെ നിഷേധിക്കുകയാണ്, ലോക ആസാറുകളെ നിഷേധിക്കുകയാണ്. ലോകാസാറുകൾ പക്ഷികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ പറഞ്ഞ സാധനത്തിന്റെ ഒരു സെനത് നാളെ നിങ്ങൾക്ക് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയുമോ? 5 പൈസ നിങ്ങൾ ചെലവഴിക്കണ്ട, അത് ഞാൻ സിറാജിൽ പ്രസിദ്ധീകരിപ്പിച്ച് തരാം. നിങ്ങൾ അതിന്റെ ഒരു സെനതിങ് കൊണ്ടെത്തന്നാ മതി. എങ്ങനെയുണ്ട്? നമുക്കിടയിൽ തർക്കമില്ലാത്ത SSFകാരൻ ഇപ്പോഴും ഒരു മറുപടി കണ്ടെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ആ വ്യാജമുടിയുടെ രേഖ ചോദിക്കുമോ ഇവിടുത്തെ സനദങ്ങൾ കൊണ്ടുവരെ, അതുപോലെ തന്നെ മറ്റ് ലോകത്തിൽ അംഗീകരിക്കപ്പെടുന്ന മുടിയുടെ സനദ് കൊണ്ടുവരെ എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായ നമുക്കും നിങ്ങളുമിടയിൽ തർക്കമില്ലാത്ത ഒരു സാധനത്തിന്റെ ഇടയിലേക്ക് തർക്കങ്ങളെ വലിച്ചിട്ടുകൊണ്ട് അനാവശ്യമായ മുസ്ലിം ലോകം ഇന്നുവരെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ സാറുകളെ നിരാകരിക്കുന്നതിലേക്ക് മുസ്ലിം ഉമ്മത്തിന്റെ ചിന്തയെ വികസിക്കൊണ്ടിരുന്ന എന്തിനു പറ്റും? നിങ്ങൾക്കും നമ്മൾക്കും ഇടയിൽ തർക്കമില്ലാത്ത വിഷയത്തെക്കുറിച്ച് എന്തിന് സംവദിക്കണം? മുനാലറയിൽ തനാഖുദും തഖാലുഫും ഒക്കെ ഉണ്ടാവണ്ടേ? ഇത് മൈകാണമല്ലേ? നിങ്ങൾക്കിടയിലും എനിക്കിടയിൽ തർക്കമല്ല, പിന്നെ എന്തിനാണ് ഈ വിഷയത്തിൽ സംവാദം? നിങ്ങൾ നിഷേധിക്ക്. ലോക ആസാറുകളെ കുറിച്ചുകൊണ്ട് ലോകത്തെ മുസ്ലിം ലോകം ഏകകണ്ഠേന അംഗീകരിച്ചുകൊണ്ട് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന ആകാശത്തെ കുറിച്ചുകൊണ്ട് നിങ്ങൾ നിഷേധിക്ക്. നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറ, അപ്പോൾ ഞങ്ങൾ ഹാജരാക്കാം. നിങ്ങൾക്കും നമുക്കുമിടയിൽ തെളിവില്ലാത്ത, അല്ലെങ്കിൽ തർക്കമില്ലാത്ത, നിങ്ങൾക്കും നമുക്കുമിടയിൽ തർക്കമില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് എന്തിന് ചർച്ച? നോക്കൂ, നിങ്ങൾ അതിൽ നിന്നും പിടുത്തം വിടുമ്പോ ഈ മുടി നമ്മൾ ചോദിക്കുന്നു, നേരെ നോക്കിയാൽ പോരെ, കത്തിച്ച കത്തോ നോക്കിയാൽ പോരെ? ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും എസ്എഫിന്റെ കുട്ടികളുണ്ടെങ്കിൽ നാൾ ഇതുവരെ ആയിക്കൊണ്ട് സ്വീകരിച്ചു വന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാടെന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള അമ്പിയാക്കൾ മരണത്തോടുകൂടി മുഅ്ജിസത്ത് നഷ്ടപ്പെടൂല. ഔലിയാക്കളുടെ കറാമത്ത് അത് മരണത്തോടുകൂടി നശിച്ചു പോകൂല. പൊന്മലക്കാരൻ മൗലവി പറയുന്നത് കേട്ടു. അല്ലാം ഉറപ്പിക്കാൻ കാരണം വെച്ചാൽ പിന്നെ AP ഉസ്താദ് അടക്കം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷേർ മുബാറക്ക് കത്തൂലാന്ന് AP ഉസ്താദ് അടക്കം പറഞ്ഞു. AP ഉസ്താദ് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലേ, തിരികേശം കത്തുകയില്ല, പക്ഷെ കത്തിക്കാൻ പറഞ്ഞാണല്ലേ. ഞാനത് റസൂലുള്ളാഹിന്റെ പേരിൽ പാർട്ടി ഓടി തന്നെയാണ് കത്തിച്ചു, അത് കത്തി. എന്നാ ഏൽപ്പിക്കാതെ പറഞ്ഞ ആൾക്കിനോട് ഞാൻ എഴുതിക്കണില്ല, കാരണം കത്തൂലാന്നുള്ള അയാൾക്ക് കൽപ്പാണ്. പിന്നെ അത് വഫാത്തിന് ശേഷം അത് പറയാമല്ലോ. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അത് നിലനിൽക്കില്ല. റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ നിന്ന് ഖിയാമ് വരെ നിൽക്കണം, മജ്ലിസിൽ ഗുരുവാക്കളും. ബഹുമാനപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുസൂസിയത്തിനെ നിഷേധിക്കുക,
SSFകാരാ ഒന്ന് ചിന്തിച്ചോ, വയനാടൻ ചുരമിറങ്ങി വന്നുകൊണ്ട് കാനല്ലൂരിൽ താമസമാക്കിയതായ പേനയുണ്ടി OM കരുവണ എന്ന് പറയുന്ന സൽമാൻ റുഷ്ദിയെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ലേഖനം എഴുതിവിട്ടതായ OM കരുവണക്കാരനും അദ്ദേഹം പറഞ്ഞതും ഇതിന്റെ മറ്റൊരു രൂപമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവേഷത്തിന്റെ നേരുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അത് യുക്തിവാദമാണെന്നാണ്. ഇതാണോ നിങ്ങൾ ഇതുവരെ വിശ്വസിച്ചത്? നിങ്ങളുടെ വിശ്വാസം ഇതുവരെ എങ്ങനെയായിരുന്നോ? സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചൊല്ലിപ്പടിച്ചത് ഇതാണോ? അല്ല. പിന്നെ ഇയാൾ പറയുന്നത് എന്താ? ഈ വാദം അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ വാക്കെടുത്ത് തന്നെ പറയട്ടെ, മുഅ്ജിസത്തുകളിൽ നിന്നുകൊണ്ട് ഖുർആൻ അല്ലാതെ വേറെ ഒന്നും ബാക്കിയാകില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ അടപ്പട്ടൂരും. ഇവർ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, ഞാൻ തുടങ്ങിയിടത്തേക്ക് തന്നെ പോവുകയാണ്. ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പ്രവർത്തകന്മാരുടെ ചട്ടുകമായി മാറിക്കൊണ്ട് അള്ളാഹു ആദരിച്ച ചിഹ്നങ്ങളെ നിരാകരിച്ചുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധ പ്രസ്ഥാനങ്ങളിലേക്ക് ആളെ കൂട്ടിക്കൊടുക്കുവാൻ വേണ്ടി കടൽ വന്ന മസോണിസ്റ്റ് ചാരനാണ് സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അയാളുടെ പ്രവർത്തനം നിർത്തിയിട്ടില്ലെങ്കിൽ ഈ സുന്നി കേരളം പിടിച്ചകട്ടുക തന്നെ ചെയ്യും. ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദിന് വേണ്ടി വഴിമാറുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.